നമുക്ക് ദൈവവചനം കേൾക്കാൻ കർത്താവ് ഒരു അവസരം തന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് സംസാരിക്കുകയാണ്, നമ്മൾ ആരാധിക്കുമ്പോഴും നമ്മൾ കർത്താവിനോടാണ് സംസാരിക്കുന്നത്. നമ്മൾ നമ്മൾ ചർച്ചിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരാധനാ യോഗത്തിന് നമ്മൾ കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മളുടെ ആരാധനയിലൂടെയും നമ്മൾ അന്യഭാഷകൾ സംസാരിക്കുമ്പോഴും എല്ലാം കർത്താവിനോട്. നമ്മൾ പാട്ട് പാടുമ്പോഴും അത് തന്നെയാണ്. നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? കർത്താവിനോടാണ് സംസാരിക്കുന്നത്. എന്നാൽ എപ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോഴാണ്. ഇപ്പോൾ എപ്പോഴും ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ആ വ്യക്തിക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനം വായിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇന്നലെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കരുത്, ഉപ്പിനോളം വരില്ല ഒരിക്കലും ഉപ്പിലിട്ടത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് നല്ലതാണെങ്കിലും ദൈവവചനം കേൾക്കുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും ഉള്ള അവസരങ്ങളെ നിങ്ങൾ ഇല്ലാതെയാകരുത്. അതുകൊണ്ട് നമ്മുടെ അനുദിനമായ ജീവിതത്തിൽ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത് കുറെ കൂടെ നമുക്കൊന്ന് ഓർക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇന്നലെ പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ രാവിലെ ഓർപ്പിക്കാം. എന്നാൽ ഒരു കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, ആ സ്നേഹം എന്ന് പറയുന്നത് ഏതൊക്കെ നിലയിലാണ്, അല്ലെങ്കിൽ അതിനകത്ത് രണ്ട് ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ ഇൻകാർണേഷനിലും അതേപോലെ തന്നെ അവൻ്റെ ശുശ്രൂഷയിലും യേശുവിൻ്റെ സ്നേഹം എങ്ങനെ പ്രതിഫലിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടതായ കാര്യം. നമ്മളുടെ ഈ സെമിനാറിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് നമ്മൾ ഒരു വാക്യം വായിച്ചത് നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 14-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ എനിക്കുള്ള സ്നേഹത്തെ എനിക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്നിൽ നേരത്തെ പ്രത്യേകിച്ച് എന്നിൽ ഉണ്ടായിരുന്ന സ്നേഹമൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹമൊന്നും അല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവിടെ പൗലോസ് പറയുന്നത് എന്നിൽ ഇപ്പോഴുള്ളത് എൻ്റെ സ്നേഹമല്ലെന്നാണ്. എന്നിൽ ഇപ്പോഴുള്ളത് ആരുടെ സ്നേഹമാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നിലൂടെ ഒഴുകുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മളൊക്കെ എപ്പോഴും പ്രസംഗിക്കുന്നതാണ് യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന്. പക്ഷേ യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ, ഇനി അതല്ലെങ്കിൽ യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ, യേശു മറ്റുള്ളവരെ കാണുന്നത് പോലെ നമ്മൾ കാണണമെങ്കിൽ, യേശു ചെയ്തതുപോലെ ചെയ്യണമെങ്കിൽ, യേശു ഇടപെട്ടതുപോലെ ഇടപെടണമെങ്കിൽ, യേശു സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാലേ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ സ്വാഭാവികമായ സ്നേഹം കൊണ്ട് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. യേശു ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാനും കഴിയില്ല. യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാനും കഴിയില്ല. അത് അങ്ങനെ പരിശ്രമിച്ചാൽ അതൊരു പാഴ് പരിശ്രമമാണ്. ഒത്തിരി പേര് അങ്ങനെ പരിശ്രമിക്കുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഉള്ള ഒരു വലിയൊരു പ്രോബ്ലം, നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ വീണ്ടും പഴയ കാലത്തെ നമ്മളുടെ ആദാമ്യ പ്രകൃതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആദാമ്യ പ്രകൃതത്തിന് ചില നന്മയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടെങ്കിലും അതിന് കേടുപറ്റി എങ്കിലും ചില നന്മകളൊക്കെ അവിടെ അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആദാമിൽ നിന്ന് ജനിച്ച എത്രയോ ആളുകൾ, നല്ല ആളുകളുണ്ട്. എന്ന് തന്നെയല്ല, നന്മ ചെയ്യാനുള്ള ഒരു മോഹം. അതായത് നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവനായി തീർന്നു. പക്ഷെ അവൻ്റെ സ്വരൂപവും സാദൃശ്യവും പൂർണ്ണമായിട്ടും ഇല്ലാതെയായില്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരിലും എല്ലാം ദൈവത്തിൻ്റെ സ്വരൂപത്തിൻ്റെയും സാദൃശ്യത്തിൻ്റെയും ഒരംശം കിടപ്പുണ്ട്. ഒരു പക്ഷേ കേടുപറ്റിയ നിലയിലാണ് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ വ്യക്തികളിലും നന്മയുടെ ഒരു അംശം കിടപ്പുണ്ട്. പൗലോസ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും റോമാലേഖനത്തിൽ പറയുന്നത് എന്താണ്? എനിക്ക് നന്മ ചെയ്യണമെന്ന്
ആഗ്രഹമുണ്ട്, പക്ഷെ നന്മ എന്നിൽ വസിക്കുന്നില്ല. എന്നിൽ വസിക്കുന്നത് പാപമാണ്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നന്മയിൽ ജീവിക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല. കാര്യം അത് കേടുപറ്റിയത് കൊണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ നന്മ മാത്രം അറിയാൻ കഴിഞ്ഞിരുന്ന വ്യക്തിയാണെന്ന് ഓർക്കണം, അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം പഴം പറിച്ച് തിന്നുമ്പോൾ ആ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. അതായത് അന്ന് വരെ ആദാമിന് അറിയാമായിരുന്നത് നന്മ മാത്രമാണ്. അവൻ ആദ്യം തിന്മ അനുഭവിച്ചപ്പോഴാണ് അത് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമാകുന്നത്. അന്ന് തൊട്ടൊരു നമ്മുടെ മിക്സ്ചറാണ്. അതായത് നന്മയുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ ചെയ്തു പോകുന്നത് എന്താണ്? തിന്മയാണ് ചെയ്തു പോകുന്നത്. അങ്ങനെ നന്മ മാത്രം അറിയാമായിരുന്ന മനുഷ്യനിലേക്ക് തിന്മയുടെ കൂടെ വിത്ത് കയറ്റി വിട്ടാണ് പിശാച് ഇത് മിക്സ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ മിക്സ് ചെയ്താൽ അങ്ങനൊരു ഒരു മിക്സിങ് നടക്കത്തില്ല. കാര്യം നമ്മളുടെ ടെൻഡൻസി കൂടുതൽ തിന്മയോടായി പോകുന്നത് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ആദാമ്യ പ്രകൃതത്തിൽ പൊതുവെ മനുഷ്യൻ തിന്മയോട് ആഭിമുഖ്യമുള്ളവനാണ്. എന്നാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളിലേക്ക് ആദാമ്യ പ്രകൃതി മാറിയിട്ട് ആത്മാവിലുള്ള ജനനം നമ്മളെ ആത്മപ്രകൃതിയിലേക്ക് മാറ്റുകയാണ്. ആദാമിൽ നിന്ന് ജനിച്ചവനിലുള്ളത് ആദാമ്യ പ്രകൃതിയാണ്, ആത്മാവിൽ ജനിച്ചവനുള്ളത് ആത്മപ്രകൃതമാണ്. ആ ആത്മപ്രകൃതം കൊണ്ട് മാത്രമേ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനോ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനോ, ക്രിസ്തു ജീവിച്ചത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവർ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നോക്ക്, യേശു കർത്താവ് എങ്ങനെ ജീവിച്ചു? അവൻ ഒരിക്കലും അവന് വേണ്ടി ജീവിച്ചില്ല. അവൻ എല്ലായ്പ്പോഴും ആർക്ക് വേണ്ടി ജീവിച്ചു? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ എന്ത് സ്നേഹമാണ് ഒഴുകിയിടുന്നത് ആ അതേ സ്നേഹം തന്നെ എന്നിലൂടെ ഒഴുകിയാലേ പറ്റുള്ളൂ. അല്ലാതൊന്നും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒന്നും സ്വാഭാവികമായ കാര്യമൊന്നുമല്ല. അങ്ങനെയൊക്കെ അത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഇപ്പോൾ പോൾ പറയുന്നത് എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആയതുകൊണ്ട് പഴയതെല്ലാം കഴിഞ്ഞു, ഇപ്പോഴെന്താണ്? എല്ലാം പുതുതായി തീർന്നിരിക്കുകയാണ്. ആ പുതുതായ സൃഷ്ടിയിലാണ്, പുതുതായത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകി വരുന്നത്, അറിയുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനി മേലാൽ അങ്ങനെ അറിയുന്നില്ല. ഞങ്ങൾ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു, പക്ഷെ ഇനി മേലാൽ അങ്ങനെയല്ല അറിയുന്നത്. കാര്യം ശരീരത്തിൽ ജീവിച്ച യേശുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്കൊത്തിരി ജഡപ്രകാരമുണ്ട്. അത് നമ്മൾ വായിച്ചാലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ജഡപ്രകാരം ജീവിച്ച യേശുവിനപ്പുറത്ത്, അല്ലെങ്കിൽ അപ്പുറത്തെന്നുള്ള വാക്ക്, ജഡപ്രകാരം ജീവിച്ച യേശു മോശമാണെന്നല്ല ഇവിടെ പറയുന്നത്. ഞങ്ങൾ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞ ഒരു കാലമുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകണം. അതങ്ങനെ ഉണ്ടെങ്കിലേ പറ്റൂ. യേശു ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ ജഡപ്രകാരം അറിയുന്നതിനപ്പുറത്ത് ആത്മാവിൽ ദൈവത്തെ, യേശുവിനെ അറിയുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് എന്നിൽ യേശു ഒഴുകി വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. യേശു എങ്ങനെ സ്നേഹിച്ചു എന്ന് അറിയണമെങ്കിൽ ജഡപ്രകാരം ജീവിച്ച യേശുവിൻ്റെ ചരിത്രം പഠിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെ അറിയുന്നത്? യേശു എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചതെന്ന് അറിയണമെങ്കിൽ യേശു സ്നേഹിച്ച ചരിത്രം പഠിച്ചാലല്ല പറ്റുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ പറ്റുന്നത്? അപ്പൊ ജഡപ്രകാരം യേശുവിനെ അറിയണം. പക്ഷേ അത് പഠിച്ചത് കൊണ്ട് മാത്രം യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്കിതൊരു മോഡലായിട്ട്, റോൾ മോഡലായിട്ട് വെച്ചുകൊണ്ടിരിക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അതുപോലെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞാൽ പോലെ എന്ത് വേണം? അവനെ ആത്മാവിൽ അറിയണം, അവനെ ആത്മാവിൽ ഉൾക്കൊള്ളണം, അവൻ എന്നിൽ ജീവിക്കണം, അവൻ എന്നിലൂടെ ഒഴുകണം, എന്നിൽ അവൻ ജീവിക്കണം. എന്നിൽ അവൻ ജീവിക്കുമ്പോഴേ അവൻ ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒത്തിരി മെസ്സേജസിൽ ഈ കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ
അത് പുതുതായിരിക്കുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ അത് താഴോട്ട് പറയുന്നത് സുവിശേഷീകരണത്തിന്റെ കാര്യമാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്ന് പറയുന്ന എൻ്റെ മെസ്സേജസിനകത്ത് ഞാനിത് താഴോട്ടുള്ള ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ആ കാര്യം, അതിനകത്തുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ പറയുന്നത്. എന്ത്? ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറയുകയാണ്. എന്താണ് യേശു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? എങ്ങനെയാണ് അവൻ സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ വെളിപ്പെടുത്തിയത് കാൽവറി ക്രൂശിലാണ്. അതാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ ആത്യന്തികമായ പരമമായ സ്ഥാനം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ അവൻ സ്നേഹിച്ചില്ലെന്നല്ല. എനിക്കൊരു രോഗം സൗഖ്യമാക്കുമ്പോൾ അവൻ എന്തുകൊണ്ടാണ്? അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എൻ്റെ രോഗം സൗഖ്യമാക്കിയത്. എനിക്കൊരു ജോലിയില്ലാതെ ഞാൻ വിഷമിച്ചപ്പോൾ ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. അവൻ്റെ സ്നേഹം കൊണ്ടാണ്, അവൻ്റെ മനസ്സലിവ് കൊണ്ടാണ് അവൻ എനിക്ക് ഒരു ജോലി തന്നത്. അവനാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. എവ്രിതിങ് ഈസ് ഡൺ ബൈ ഹിം. വേദപുസ്തകത്തിലെ ഒരു വാക്യം എനിക്ക് ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലല്ലയോ. എൻ്റെ സോഴ്സ് മുഴുവൻ ദൈവമാണ്, അല്ലാതെ എനിക്ക് വേറെ സോഴ്സൊന്നുമില്ല. എൻ്റെ കംപ്ലീറ്റ് സോഴ്സും ആരിൽ തന്നെയാണ്? യേശുവിലാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും ഞാൻ യേശുവിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നു. എന്നാൽ യേശു എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ തെളിവായി ഞാൻ കാണുന്നത്, എൻ്റെ രോഗം സൗഖ്യമാക്കിയതോ, എനിക്ക് വണ്ടി തന്നതോ, അല്ലെങ്കിൽ എനിക്ക് ബസ് നോക്കി നിന്നപ്പോൾ എനിക്ക് ബസ് കിട്ടിയില്ല, അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, അവിടെ സ്റ്റോപ്പ് ഉള്ളതല്ല, പക്ഷെ അവിടെ കൈ കാണിച്ചപ്പോൾ അന്നേരം തന്നെ നിർത്തി. ഓ, കർത്താവിൻ്റെ ഒരു സ്നേഹമേ. ശരിയാ, അതും കർത്താവിൻ്റെ സ്നേഹമാണ്. അല്ലെങ്കിൽ ബസ് അവിടെ നിർത്തുമായിരുന്നു. കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു പേന എഴുതുമ്പം എനിക്ക് ഭയങ്കര സെൻസിറ്റീവ്. എൻ്റെ കൈ, ഞാൻ പേനയുടെ കാര്യത്തിൽ ഭയങ്കര സെൻസിറ്റീവാണ്. ബാക്കിയുള്ള കാര്യത്തിൽ ഞാൻ ഈ തുണിയൊന്നും തേച്ചിടുന്ന ആളോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്ന ആളൊന്നും അല്ല. പക്ഷേ എഴുതുന്ന സമയത്ത് വില കൂടിയ പേനയല്ല, നമ്മൾക്ക് എന്താണ്, കൈ ഒഴുകുന്ന പേന എനിക്ക് വേണം. അത് എനിക്ക് ചില പെർട്ടിക്കുലർ ഇതുണ്ട്. അത് ഒട്ടും കോസ്റ്റ്ലി ഒന്നും അല്ല, പക്ഷെ അതുകൊണ്ട് എന്നാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പം ചില പേന എടുത്തു കഴിഞ്ഞാൽ വി ഫീൽ ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് കൈക്ക് അത്ര ഒതുക്കമില്ലാതെ. പക്ഷെ ചില സമയത്ത് അത് എഴുതി നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഞാൻ പറയും, ഓ കർത്താവേ സ്തോത്രം, നിന്റെ കൃപ. എന്തുവാ? പേന തെളിഞ്ഞത് ആരുടെ കൃപയാ? ദൈവത്തിൻ്റെ കൃപയാ. എനിക്കല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ പേന തെളിയുന്നത് പോലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടാ എൻ്റെ പേന തെളിയുന്നത് പോലും. ആ കാര്യത്തിൽ പോലും ഞാൻ ആരെ ആശ്രയിക്കുന്നുണ്ട്? കർത്താവിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹമല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു പേന തെളിഞ്ഞതിലും ഞാൻ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കാണുന്നുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? അവൻ കാൽവറി ക്രൂശിൽ മരിച്ച സമയത്താണ്. എല്ലാ കാലഘട്ടത്തിലും ദൈവം സ്നേഹിച്ചിരുന്നു. പഴയ നിയമത്തിലും സ്നേഹിച്ചിരുന്നു. പഴയ നിയമത്തിൽ കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചല്ലേ? ആരെയാണ് കർത്താവ് സ്നേഹിക്കാഞ്ഞത്? ഹി വാസ് ലവിങ് എവറിബഡി. ഈവൻ ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് എല്ലാ സെയിൻസും, എല്ലാ വിശുദ്ധന്മാരെയും കർത്താവ് സ്നേഹിച്ചിരുന്നു. പാപികളെയും കർത്താവ് സ്നേഹിച്ചിരുന്നു. ഗോഡ് ഈസ് ലവ്. അവന് സ്നേഹിക്കാനേ കഴിയുള്ളൂ, വേറെ ഒന്നും കഴിയില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. ഹി ഈസ് ലവ്. അവൻ എപ്പോഴും സ്നേഹമാണ്. ഒരു ദിവസത്തെ സ്നേഹമൊന്നുമല്ല. ഒരു ദിവസം സ്നേഹവും ഒരു ദിവസം വിരോധവുമല്ല. ജോസഫ് പ്രിൻസ് പറയുന്നത് പോലെ, ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് ഗോഡ് വാസ് അൺഹാപ്പി ആൻഡ് ഇൻ ന്യൂ ടെസ്റ്റമെന്റ് ഹി ഈസ് ഓൾവേസ് ഹാപ്പി എന്ന് പറയുന്ന വിഡ്ഢിത്തങ്ങളൊന്നുമല്ല. വേദോസം അനുസരിച്ച് അങ്ങനൊന്നുമല്ല. അത് വിഡ്ഢിത്തമാണ്. അങ്ങനെയല്ല വേദോസം പഠിപ്പിക്കുന്നത്. ആണോ? അങ്ങനെയല്ല വേദോസം പഠിപ്പിക്കുന്നത്. അങ്ങനെ പുതിയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ ദൈവം രണ്ട് ദൈവമൊന്നുമല്ല. ഹി ഈസ് ഓൾവേസ് ലവ്. അവൻ എപ്പോഴും സ്നേഹമാണ്. എന്നാൽ ക്രൂശ് എന്ന് പറയുന്ന ചരിത്ര സംഭവത്തിന് ശേഷം അത് ബാക്കിയുള്ളതിനെ എല്ലാം പിന്തള്ളിക്കളഞ്ഞു. ബാക്കി എന്തൊക്കെ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തോ അതിൻ്റെ എല്ലാ മാഹാത്മ്യത്തെയും അതിശയിക്കുന്നതായിരുന്നു. അതിശയിക്കുന്ന നിലയിലുള്ള പ്രദർശനമായിരുന്നു എന്ത്? യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ അവൻ വെളിപ്പെടുത്തിയത്. കാരണം അത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ യേശു പഴയ നിയമത്തിലെ ആളുകളെ ഒക്കെ സ്നേഹിച്ചു. പക്ഷേ പഴയ നിയമത്തിലെ ആളുകളെ സ്നേഹിച്ചപ്പോൾ അവർക്ക് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തോ അത് ചെയ്തപ്പോഴൊന്നും അവന് അതിനു വേണ്ടി ഒരിക്കലും അവന് ഈ പറയുന്ന വലിയ വിലയൊന്നും
കൊടുക്കേണ്ടി വന്നില്ല, ഇല്ലേ? അവരെ സ്നേഹിച്ചു, അവർക്ക് സൗഖ്യം കൊടുത്തു, അവർക്ക് ശത്രുവിന്മേൽ ജയം കൊടുത്തു, ഒത്തിരി കാര്യങ്ങളും ചെയ്തു. ബട്ട് അതിനുവേണ്ടിയൊക്കെ കർത്താവ് വലിയ ഒരു വില കൊടുക്കേണ്ടി വന്നില്ല. രോഗസൗഖ്യമാക്കൊന്നും വില കൊടുക്കേണ്ടി വന്നില്ല. അല്ല, ബിക്കോസ് പണം കൊടുത്തപ്പോഴോ ധനം കൊടുത്തപ്പോഴോ സമൃദ്ധി കൊടുത്തപ്പോഴോ എന്ത് കൊടുത്താലും. എന്നാൽ കാൽവറി ക്രൂസിൽ അതല്ല. കാൽവറി ക്രൂസിൽ അവനൊരു കോസ്റ്റ് കൊടുത്തു, ഒരു വില കൊടുത്തു. എന്തു വില? കൊച്ചു വിലയൊന്നുമല്ല. എന്താണ്? അവൻ്റെ ജീവൻ അവൻ കൊടുത്തു. സ്നേഹം തെളിയിക്കപ്പെടുന്നത് എപ്പോഴും ത്യാഗത്തിലൂടെയാണ്. ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് സാക്രിഫൈസ്. ഞാൻ അതാണ് പറഞ്ഞത്. ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് സാക്രിഫൈസ്. ത്യാഗമില്ലാതെ സ്നേഹമില്ലെന്നല്ല, സ്നേഹം എപ്പോഴും ഉണ്ട്. പക്ഷെ സ്നേഹം തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ്? ത്യാഗത്തിലാണ്. ആ ത്യാഗം, ലവ് ഓൾവേസ് ഗിവ്, hate always take. And when God loved the world, God so loved the world, so he gave his only begotten son, so that whosoever believeth in him shall not perish but have eternal life. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ദൈവം ലോകത്തെ സ്നേഹിക്കുന്നത് അവൻ്റെ പുത്രനെ നൽകിക്കൊണ്ടാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എങ്ങനെ? തൻ്റെ സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട്. സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട്. ആ സ്നേഹം, അതാണ് നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സാത്താൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇന്നലെ, അല്ലെങ്കിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും, ടു സ്റ്റീൽ, ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. എന്നാൽ യേശു വന്നത് കൊല്ലാനല്ല. എന്തിനു വേണ്ടിയാണ്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമായിട്ടാണ് വന്നത്. നമ്മൾ യോഹന്നാൻ 10-ാം അധ്യായം 27-ാം വാക്യത്തിലും കാണുന്ന അതാണ്. അവൻ നമുക്ക് നിത്യജീവനെ നൽകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. യേശു വന്നത് നിത്യജീവനെ കൊടുക്കാനാണ്. ദാറ്റ്സ് ദ റീസൺ വൈ ഹി കെയിം ഹിയർ. അവൻ ആഹാരം കൊടുക്കാനല്ല വന്നത്. ആഹാരം കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷേ അവൻ വന്നത് ആഹാരം കൊടുക്കാനല്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അവൻ വന്നത് ആഹാരം കൊടുക്കാനല്ല, അവൻ വന്നത് നിത്യജീവനെ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മളിപ്പം സപ്പോസ് എൻ്റെ പിള്ളേരെയൊക്കെ ഈ കോളേജിൽ ചേർക്കാനൊന്നും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. അവരെന്തൊക്കെ സബ്ജക്റ്റാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അതൊക്കെ അവർ തന്നെ തീരുമാനിച്ച കാര്യങ്ങളും അവർ പോയ കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ ഈ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇത്ര പ്രാധാന്യമായി കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിവില്ലാതെ വരുന്നത്. അത് അവർ ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ചെയ്തോളും. ഇപ്പം ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടുകളിലൊന്നും പോയിരുന്ന് പഠിക്കടാ എന്നൊരു വാക്ക് പോലും കേട്ടിട്ടില്ല. അത് പഠിക്കണം വേണ്ട എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇത് കേട്ടില്ലെങ്കിൽ പിള്ളേർ പഠിക്കത്തില്ല. ശരിയല്ലേ? പോയിരുന്ന് പഠിക്കടി എന്ന് കേട്ടില്ലെങ്കിൽ പിള്ളേർ പഠിക്കത്തില്ല. കാര്യം ഈ പട്ടിയൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ കഴിച്ചോളാൻ പറഞ്ഞാലേ കഴിക്കത്തുള്ളല്ലോ. ഇങ്ങനെ ശബ്ദം കേട്ട് ഇപ്പോൾ ഇത് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? പഠിക്കത്തില്ല. അപ്പം ഞാനിപ്പോൾ പറയുകയാണ്, എൻ്റെ പിള്ളേരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരെ ചേർക്കാനൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. എങ്കിലും ഞാനിപ്പോൾ എൻ്റെ മോളെ ചേർക്കാനായിട്ട് ബാംഗ്ലൂർ പോവുകയാണെന്ന് വെക്കുക. ബാംഗ്ലൂർ ചേർക്കാൻ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു, കാശ് കൊടുത്തു. ഉച്ചയായപ്പം ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് ചിന്തിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? കൊച്ചിന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കനും വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയെന്നാണോ അർത്ഥം? അല്ല. ഞാൻ പോയത് എന്തിനു വേണ്ടിയാണ്? കുഞ്ഞിൻ്റെ അഡ്മിഷൻ എടുക്കാനാണ് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പം കൊച്ചിന് വിശന്നപ്പം ഞാൻ എന്ത് ചെയ്തു? ഇച്ചിരി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതുപോലെ യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് ആഹാരം തരാനല്ല. യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ തരാനാണ്. പിന്നെ അന്നേരം നമുക്ക് വിശന്നപ്പം നമുക്ക് ഇച്ചിരി ഭക്ഷണം കൂടെ തന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഭക്ഷണം തരാൻ വേണ്ടി ഇപ്പം ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ കൊച്ചിൻ്റെ ചില പൈസ കൊടുത്തു വിട്ടാൽ പോലെ അവൾ ഭക്ഷണം കഴിച്ചു കൊടുത്തില്ലേ? ഇല്ലേ? റൈറ്റ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. എംഫസിസ് ഇസ് ഓൾവേസ് ഓൺ ദ ക്രോസ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഹാവ് ഡിസൈഡഡ്, ഐ ഹാവ് റിസോൾവ്ഡ്. ഞാനത് തീരുമാനമെടുത്തു. കാര്യം അതും ഇതും പറഞ്ഞ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞ്
ഭക്ഷണം തരും, ആഹാരം തരും, ജോലി തരും എന്നൊക്കെ പറഞ്ഞ് ആ ക്രോസിൻ്റെ മാഹാത്മ്യത്തെ കുറച്ച് കളയാനായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. ഇന്നത്തെ വലിയൊരു പ്രശ്നം അതാണ്. നമ്മളുടെ ഈ എംഫസിസ്, ക്രൂശിൻ്റെ എംഫസിസ് ഇല്ലാത്ത പ്രസംഗങ്ങൾ, അത് നമ്മളുടെ ചർച്ചിനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത ഏറ്റവും വലിയ കാര്യം, അവൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ കാണുന്നത് അവൻ്റെ മരണത്തിലാണ്. കാൺമീൻ, യോഹന്നാന്റെ സുവിശേഷം 1 John chapter 3 verse 1, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹവും മരണവും ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. സ്നേഹം എന്ന് പറയുന്നത് മരണമാണ്. യേശുവിൻ്റെ സ്നേഹം നമ്മൾ പ്രകാശിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ഹിസ് ഡെത്ത്. അതിന് പ്ലാൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യത്തോടെ നടക്കുന്നതാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആക്സിഡൻ്റലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല, ഏൽക്കുവാനല്ല, എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മളുടെ രോഗങ്ങളിൽ നിന്ന് നമ്മൾ സൗഖ്യമാക്കാന്നുള്ള ലക്ഷ്യത്തോടെ ഒന്നുമല്ല. അവൻ്റെ മനസ്സിലൊരു തീർത്തും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഹി കെയിം ടു ഡൈ. അവൻ വന്നത് എന്തിനാണ്? മരിക്കാൻ വേണ്ടിയാണ്. ദ ഡെത്ത് ഓഫ് ജീസസ് വാസ് നോട്ട് ആക്സിഡന്റൽ. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ മരണം എന്ന് പറയുന്നത് എങ്ങനെയോ അങ്ങ് സംഭവിച്ചു പോയതല്ല. അതൊരു സ്വാഭാവിക മരണമല്ലായിരുന്നു. നമ്മളൊക്കെ സ്വാഭാവികമായി ചിലപ്പോൾ മരിക്കുമല്ല, സുഖം അന്നൊക്കെ നമ്മൾ സ്വാഭാവികം. എങ്ങനെയായിരുന്നു മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും? സ്വാഭാവിക മരണം. അല്ലെങ്കിൽ പറയും അപകട മരണമായിരുന്നു, അല്ലെങ്കിൽ പറയും അവൻ ആത്മഹത്യ ചെയ്തു. അതും അല്ലെങ്കിൽ ചിലപ്പോൾ പറയും അവൻ രക്തസാക്ഷി മരണം. ഇതൊന്നും അല്ലായിരുന്നു യേശുവിൻ്റെ മരണം. യേശുവിൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല. യേശുവിൻ്റെ മരണം അപകട മരണമായിരുന്നില്ല, അത് ആത്മഹത്യ ആയിരുന്നില്ല, അത് രക്തസാക്ഷി മരണമായിരുന്നില്ല. എന്ന് തന്നെയല്ല, എങ്ങനെയോ സംഭവിച്ചു പോയതുമല്ല, സംഹൗ ബൈ മിസ്റ്റേക്ക് ഒന്നുമല്ല. അവൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ അത് അവൻ ചൂസ് ചെയ്തതാണ്, അവൻ്റെ ചോയ്സാണ്. അല്ലാതെ എല്ലാവരും കൂടെ അവനെ കൊന്നതെന്ന് പറയാനും പറ്റില്ല. അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു. അവനെക്കുറിച്ചുള്ള, അവൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ വള്ളിപുള്ളി മാറാതെ അവന് തന്നെ അറിയാമായിരുന്നു വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അവന് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവന് വേണമെങ്കിൽ അത് വേണമെങ്കിൽ നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വരാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല, അവന് കഴിയുമായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തില്ല? ഇറങ്ങി വന്നില്ല. കാര്യം, അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യരും പാപത്തിൽ മരിച്ച് നരകത്തിലേക്ക് പോകുമായിരുന്നു. എനിക്ക് പകരം മരിക്കാനായിട്ട്, എനിക്ക് വേണ്ടി മരിക്കുന്നത് മാത്രമല്ല, ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടിയാണ് മരിക്കുന്നത്, എനിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യാണ്? എനിക്ക് പകരം മരിക്കുകയും കൂടെയാണ്. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. യേശു ഭൂമിയിൽ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ്, അവൻ മരിച്ചതും എനിക്ക് വേണ്ടിയാണ്. പക്ഷെ യേശു ഭൂമിയിൽ ചെയ്തതെല്ലാം എനിക്ക് പകരമല്ല. അവൻ എല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാണ്, പക്ഷേ എല്ലാം ചെയ്തത് എനിക്ക് പകരമല്ല, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടല്ല, റാൻസമായിട്ടല്ല, മറുവിലയായിട്ടല്ല. മറുവിലയായിട്ട് ഒരു കാര്യമേ ചെയ്തുള്ളൂ. എന്താണ്? അവൻ മരിച്ചു, അല്ലേ? മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ്. അതായത് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. 1 യോഹന്നാൻ 3:16 അവൻ നമുക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. നമുക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുത്തു, നമുക്ക് പകരമായിട്ട് അവൻ ജീവനെ വെച്ചു കൊടുത്തത് കൊണ്ട് ആ യേശുവിൻ്റെ ത്യാഗം അത് അവൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയുമല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ത്യാഗത്തിനൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും ആരെയെങ്കിലും സഹായിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഉണ്ട്, ദൈവമേ അവരെ ഒന്ന് സഹായിക്കാൻ പറ്റിയല്ലോ,
എന്ന് വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വലിയ ആനക്കാര്യം ചെയ്തെന്നുള്ളതല്ലേ. കർത്താവ് സഹായിച്ചതുകൊണ്ടല്ല ഞാൻ സഹായിച്ചത്, അല്ല അവനെന്തോന്ന് അല്ലേ? കർത്താവ് സഹായിച്ചുകൊണ്ടാണ് ഞാൻ സഹായിക്കുന്നത്. പക്ഷെ എന്നാലും സഹായിക്കുമ്പോൾ അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല, പക്ഷേ എനിക്കുണ്ട്. നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ നമുക്കെന്തുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. അത് തെറ്റാണെങ്കിൽ ദൈവം എടുത്ത് കളയണം, ഇനിയും ശ്രദ്ധിക്കണം ഇനിയും. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്വയ സംതൃപ്തിക്ക് വേണ്ടിയല്ല യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത്. എന്താണ്? ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ്. നമ്മളുടെ ഈ സന്യാസത്തിലെ ഒരു അസറ്റിസിസം ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ ത്യാഗം ചെയ്യുന്ന ഒരു ഇത്. അതായത് ഞാൻ ഈ ജൈന സന്യാസിമാരും ഒക്കെ അവർ ത്യാഗികളാണ്, വലിയ ത്യാഗികളാണ്. ഹിന്ദു സന്യാസിമാർക്ക് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ലൈഫെങ്കിലും ഉണ്ട്. പക്ഷേ ഈ ജൈന സന്യാസിമാർ, ഞാൻ ജൈനരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ ലോക ഗുരുവിനെ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രൈവറ്റ് ലൈഫില്ല. അവർക്ക് എവിടെ പോയി സൂഹിക്കാനാണ്? കാര്യം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമാണ്. അവരുടെ കഷ്ടതയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവരതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകുന്നൊന്നുമില്ല. അവരിപ്പം മീശ വലിച്ചു പൊളിച്ച് കളഞ്ഞാൽ നമുക്കെന്താ ഗുണം? ഒരു സന്യാസി, ഒരു അസറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യൻ, അവർ ഷേവ് ചെയ്യത്തില്ല. ഷേവ് ചെയ്യുന്നതിന് പകരം എന്താണ്, ഓരോ മീശയും എന്ത് ചെയ്യും? വലിച്ചു പൊളിച്ചേ കളയത്തുള്ളൂ. അത് സ്വയം വേദനിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഗൂഢമായ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? അയാൾ മുഖത്തുനിന്ന് മീശ വലിച്ചു പൊളിച്ച് കളഞ്ഞാലും നമുക്കതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അയാൾക്കൊരു സംതൃപ്തിയുണ്ട്. ഇതാണ് അസറ്റിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അസറ്റിക് അല്ലെങ്കിൽ ഒരു സന്യാസം പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് അയാളുടെ ഒരു സംതൃപ്തി അല്ലാതെ ഈ മറ്റുള്ളവർക്ക് അയാളുടെ സന്യാസം കൊണ്ടൊന്നും ഈ പറയുന്ന ഗുണമൊന്നും, അല്ലെങ്കിൽ അയാളുടെ അസറ്റിസം കൊണ്ടൊന്നും പറയുന്ന ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. കാര്യം അത് ആർക്കും വേണ്ടി അയാൾ ചെയ്യുന്ന കാര്യമല്ല. എന്നാൽ യേശു അങ്ങൊരു അസറ്റിക് ആയതുകൊണ്ട് ഞാൻ മരിക്കട്ടെ, ഞാൻ കാൽവറി ക്രൂശിൽ, അപ്പോൾ എനിക്കൊരു വലിയൊരു ആ പീഡാനുഭവത്തിലൊരു ആ വേദനയിലും വിരിയുന്ന ഒരു സന്തോഷം, അങ്ങനെയൊന്നുമില്ല. അത് അങ്ങനെ ആ വേദനിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമൊന്നും അല്ല ഇത്. ഈ വേദനിക്കുമ്പോൾ അത്ര വലിയ സന്തോഷം ഉണ്ടോയെന്നും എനിക്കറിയില്ല. എനിക്കൊന്നുമില്ല കേട്ടോ. ഈ വേദനിക്കുമ്പോഴൊന്നും അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. ഈ പട്ടിണി കിടക്കുമ്പോൾ എന്തെങ്കിലും സന്തോഷമുണ്ട്? എനിക്ക് പട്ടിണി കിടക്കുന്നത് അത്ര സുഖമാണെന്നൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല. എനിക്കില്ല. വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹമല്ല, അത് വേറെ ഒന്നുമില്ല. അസുഖം വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. അല്ല എന്തോന്ന്, നമ്മൾ ഞാൻ ജെന്യുനായിട്ട് പറയുകയാണ്, എനിക്കിതൊക്കെ പ്രയാസമുള്ളത്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, അച്ഛാ ഈ ആഫ്രിക്കയിലെ ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നൊന്നുമില്ല. ഈ നാറുന്ന കക്കൂസും ഈച്ചയാട്ടുന്ന ഭക്ഷണമൊക്കെ ആർക്കും ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നും ഉദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഐ ഹാവ് കമാൻഡ്. ഒരു മിഷണറി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഞാനൊരു സോൾജിയറാണ്, എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. എൻ്റെ എൻജോയ്മെൻ്റ് അതിനകത്തല്ല, എൻ്റെ എൻജോയ്മെൻ്റ് അവരുടെ ഭക്ഷണത്തിലല്ല, പക്ഷെ എൻ്റെ എൻജോയ്മെൻ്റ് എൻ്റെ ഒബീഡിയൻസിലാണ്. എൻ്റെ യജമാനനെ അനുസരിക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളതിനകത്താണ് എൻ്റെ സന്തോഷം മുഴുവൻ. അല്ല, അതിനകത്ത് എനിക്ക് എൻജോയ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ഭയങ്കര ചൂട് വരുമ്പോൾ, ഭയങ്കര തണുപ്പ് വരുമ്പോൾ, ഈ കഴിഞ്ഞിടെ എനിക്ക് ഒത്തിരി ബോഡിയിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. പല സമയത്തും അസുഖങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ സഫർ ചെയ്യുന്നുണ്ട്. സഫർ ചെയ്യുമ്പോഴത്തേക്ക് ഞാനങ്ങ് സഫർ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ എൻജോയ്മെൻ്റ് ഒന്നുമില്ല. എന്തോന്ന് എൻജോയ്മെൻറ്റ്? പക്ഷേ എന്തേ ഉള്ളൂ, അവിടെയും ദൈവം കർത്താവ് പറയുന്നതനുസരിച്ച് എനിക്ക് അനുസരണത്തിൻ്റെ ആ എൻജോയ്മെൻറ്റേ ഉള്ളൂ. പിന്നെ ഇതൊന്നും വലിയ ആനക്കാര്യം ഒന്നും അല്ലതാണ്. എനിക്ക് ഈ മിഷണറിമാരൊക്കെ വലിയ കഷ്ടതയും പ്രയാസവും ഒക്കെ പറയുന്ന കേൾക്കുമ്പം എനിക്ക് വാസം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. ഇവിടുത്തെ സോൾജിയേഴ്സോ അവിടെ തണുത്ത് വിറച്ച് എന്നൊക്കെ പറയുമ്പോൾ, ഇവന്മാർ ഈ നമ്മളുടെ സോൾജിയേഴ്സൊക്കെ ഈ -35 കിടക്കുന്നത് അവരെന്തോ എൻജോയ് ചെയ്യാണോ? ഒന്നുമല്ല. അവർ രാഷ്ട്രത്തിന് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ചെയ്യുന്നതിനകത്ത് എന്തോന്ന് ഇത്ര വലിയ അഭിമാനിച്ച് പറയാനൊക്കെ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും, മോനെ ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ ഒരു വലിയൊരു കർത്താവിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ മിഷണറിമാർ ഈ സ്റ്റോറീസ് പറയുമ്പോൾ വേറെ വല്ലവരും അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ മിഷണറിമാർ വന്നിട്ട്, ബ്രദറെ ഞങ്ങളവിടെ പശുത്തൊഴുത്തിൻ്റെ മുന്നിലൂടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നത്. ഒരുത്തൻ
ഒരു ബ്രോഷറിനകത്ത് എഴുതിയിരുന്നതാണ്, ഞങ്ങൾ അവിടെ താമസിക്കുന്ന വീട്ടിൽ പശുത്തൊഴുത്തിൽ കൂടെ വേണം ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിലെ കയറി പോകാൻ. അവിടുത്തെ എല്ലാ വീട്ടിലും അങ്ങനെയാണ്. ഇവരുടെ വീടിൻ്റെ മാത്രം കാര്യമൊന്നുമല്ല, അത് അവിടുത്തെ അവരുടെ ഒരു ഐശ്വര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പശുവിൻ്റെ തൊഴുത്തുണ്ടെന്ന്. ഞാൻ ജനിച്ച വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 വർഷം പഴക്കമുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചത്. 180 years പഴക്കമുള്ള വീട്ടിലാണ്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദർ പണിയിച്ച വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഇപ്പോഴും അവിടെ താമസിക്കുന്നത്. ഇച്ചിരി ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. 180 years പഴക്കമുള്ള വീട്ടിലാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, ഓഫ് കോഴ്സ് റോഡിൻ്റെ സൈഡിൽ തന്നെ വരുന്നവർക്കെല്ലാം കാണാനായിട്ട് വലിയ തൊഴുത്ത് പണിതിട്ടുണ്ടായിരുന്നു. ഞാനത് ഇടിച്ചു കളഞ്ഞത്. അന്നത്തെ കാലത്ത് വലിയ തൊഴുത്തെന്ന് പറയുന്നത് ഏതാണ്ട് ഇവർ കാശുകാരാണെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ പ്രൗഢിയാ. അന്ന് ആ കാലഘട്ടത്തിലെ വലിയ കാര്യമാണ്. അതും വലിയ കടഞ്ഞെടുത്ത തടി, തൊഴുത്ത് പണിതിരിക്കുന്നതൊക്കെ വലിയ കടഞ്ഞ തടിയും കൊണ്ടൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ പ്രൗഢി കാണിക്കാൻ വേണ്ടി. അതെന്തോന്ന് ഇത്ര വലിയ ത്യാഗം? പശു കിടക്കുന്ന വഴി കൂടെ ഞങ്ങൾ അകത്തോട്ട് കയറുന്നത്. അതിനെന്താ ഇത്ര വലിയ കാര്യം? അവിടെ ചൂട് ബ്രദറെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ 52 ഡിഗ്രി ചൂടിൽ താമസിച്ചിട്ടുണ്ട്. 52 ഡിഗ്രി ചൂടിൽ AC യും കൂളറും ഒന്നുമില്ലാതെ. AC ഇപ്പം പിന്നെ എല്ലായിടത്തും ഇത് ഞാൻ പറഞ്ഞത് താമസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ഫീൽഡിലെ കാര്യം ഞാൻ പറയുന്നത്. മെഴുകുതിരി വാങ്ങിച്ച് വീട്ടിനകത്ത് ഇട്ടാ ഉരുകി പോകുമായിരുന്നു. കത്തിക്കൊന്നും വേണ്ട, മെഴുകുതിരി വാങ്ങിച്ച് നമ്മൾ വീട്ടിനകത്തിട്ടിരുന്നെങ്കിൽ അത് ഉരുകി പോകുമായിരുന്നു. അത്രയ്ക്കും ചൂടിനകത്ത് താമസിച്ചിട്ടുണ്ട്. അവൻ മിഷണറിമാരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഈ ടൗണിൽ മലയാളികൾ ടയർ കട നടത്തുന്നുണ്ട്. നമ്മൾ രാവിലെ 8 മണിക്ക് മുമ്പേ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് അകത്ത് കയറി കിടക്കുകയാണ്. പിന്നെ വൈകുന്നേരം 4 മണിയായിട്ടേ പുറത്തിറങ്ങത്തുള്ളൂ. സൺസ്ട്രോക്ക് അടിക്കും, അതാണ് ഇതാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ടയർ കടക്കാരൻ എപ്പോഴെങ്കിലും അവൻ ഏതെങ്കിലും ഒരു സിക്കുകാരൻ്റെ വണ്ടി കേടാകണമെന്ന് പ്രാർത്ഥിച്ചോണ്ടല്ലോ. അതാണല്ലോ അവനുള്ള ടയർ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ നടക്കുമ്പം ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു ടയർ ഒരുത്തം വന്നിട്ട് വണ്ടിയുടെ ടയർ ഒന്ന് മാറ്റിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി കഴിയിട്ട് നമ്മൾ പറയുമോ? ഇല്ലല്ലോ. അവന് 10,000 5,000 10,000 രൂപ കിട്ടാൻ വേണ്ടി ഈ നട്ടുച്ചയ്ക്ക് 52 ഡിഗ്രി ചൂടിന് പുറത്ത് നിന്ന് പണിയെടുക്കുമ്പോൾ സുവിശേഷകർ അവിടെ ചൂടാന്ന് പറഞ്ഞുകൊണ്ട് എന്തോ കൊടുക്കുക? അതിനെന്താ ഇത്ര ചൂടാണെങ്കിൽ? ചൂടാകാനല്ല. നമ്മളെന്തോ ഈ ത്യാഗം സഹിക്കുന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എനിക്ക് വാസം പറഞ്ഞാൽ അങ്ങനെ ത്യാഗത്തിൻ്റെ കഥ പറയുന്നതിനകത്തൊന്നും ത്യാഗത്തിൻ്റെ അല്ലാതെ നല്ല കാര്യങ്ങളൊന്നും പറയത്തുമില്ലല്ലോ. കിട്ടിയ നല്ല കാര്യങ്ങളും സുഖങ്ങളും ഒന്നും ഒരിക്കലും പറയത്തില്ലല്ലോ. ഞാൻ ഈയിടെ ഒരു ഐലൻഡിൽ പോയപ്പം ശരിക്കും ഇച്ചിരി ട്രബിൾസമായിട്ട് കടലിനകത്തൂടെ എനിക്ക് ട്രാവൽ ചെയ്ത് ആഫ്രിക്കയിൽ പോകേണ്ടി വന്നു. മാഫിയ ഐലൻഡ്സ് പറഞ്ഞുണ്ട്. പേടിക്കൊന്നും വേണ്ട. മാഫിയ എന്നാണ് ഐലൻഡിൻ്റെ പേരാ കേട്ടോ. എന്നാൽ അവിടെ ഉള്ളവരൊന്നും മാഫിയ ഒന്നുമല്ല, അവർ പാവങ്ങളാ. ആ ഐലൻഡിൽ ഞാൻ പോയ കൂട്ടത്തിൽ എനിക്ക് ഒത്തിരി ട്രബിൾ അനുഭവിക്കും. കാര്യം കടലിലൂടെയാണ് പോയത്. കടലിലൂടെ പോയി കടലിൽ ചെന്ന് ഇറ്റ്സ് സംതിങ് ഒക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിന് ഒരു മെയിൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളാരും ചിന്തിക്കരുത്, എന്നും ഞാൻ കഷ്ടത്തിലാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു കഷ്ടം വിവരിക്കാൻ തന്നെ കിട്ടുന്നത് വല്ലപ്പോഴേ ഉള്ളൂ. ഏതാ നമ്മൾ സുഖമായിട്ട് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഇതൊന്നും പറയത്തില്ലല്ലോ. ഞാൻ അവിടെ നല്ല ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പറയത്തില്ലല്ലോ. നമ്മൾ എന്താ മാത്രമേ പറയത്തുള്ളൂ? കടലിൽ കൂടെ പോയപ്പം വെള്ളത്തിനകത്ത് വീഴാൻ തുടങ്ങിയ കാര്യവും വള്ളം വന്ന കാര്യവും കപ്പലെ കയറി കര കാണാതെ നടന്ന കാര്യമൊക്കെ ഞാൻ പറയത്തുള്ളൂ. എന്നാലല്ലേ അതിനൊരു സുഖമുള്ളൂ. അപ്പം വിവരിക്കാൻ ഇച്ചിരി കഷ്ടത കിട്ടുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ടതയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ ഉണ്ട്? ആ കഷ്ടതയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളു? ഇതുകൊണ്ടുണ്ടാകുന്ന പൗലോസ് പറഞ്ഞ സന്തോഷമൊന്നുമല്ല, ഇത് രണ്ടുപേരും പറയാൻ പറ്റുന്നല്ലോ എന്നുള്ള സന്തോഷമാണ് നമുക്കുള്ളത്. അല്ലാതെ ഇതും നിത്യതയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സന്തോഷമൊന്നും അല്ല. പലപ്പോഴും മിഷനറിമാർ ഇത് വിവരിക്കുമ്പോൾ പ്രത്യുത ഇത് 4 പേരോട് പറയാനൊരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ എന്തോന്ന് പരിപാടി? എല്ലാവരും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 8 മണിക്കൂർ കടലിൽ കിടന്നിട്ട് കടലിലൂടെ പോയിട്ട്, ഈ പത്തേമാരി പോലുള്ള ബോട്ടല്ല, വലിയ പത്തേമാരി പോലുള്ള ഒരു സാധനമാണ്. അതിനകത്തൊക്കെ ഞാൻ വലിയ കപ്പലിൽ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഡൂലോസിലുണ്ടായിരുന്നു. ഞാൻ അല്ലാതെയും ഷിപ്പിനകത്ത് പലപ്പോഴും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ കപ്പലിൽ നമ്മൾ എയർ കണ്ടീഷൻ റൂമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങനത്തെ അല്ല. പത്തേമാരി പോലുള്ള ഇതൊക്കെ കയറി 8 മണിക്കൂർ കടലിനകത്തൂടെ പോയി എതിലേക്കൂടെ പോകുന്ന ഒരു വിളിയില്ലാതെ ഭയങ്കര കടൽക്ഷോഭവും ഛർദ്ദിച്ച് നാശമായി. ഞാൻ അവിടെ ചെന്ന് അവരുടെ ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററോട്
ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ 8 മണിക്കൂർ കാര്യം 8 മണിക്കൂർ അവിടെ കടലിൽ കൂടെ വന്ന കാര്യം ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ 21 വർഷമായി മുമ്പാണ് ഇവിടെ വരുന്നത്. അന്ന് ഈ മോട്ടറൊന്നുമില്ല, പായ്ക്കപ്പല. 7 ദിവസം ഞാൻ കടലിൽ കിടന്നിട്ടുണ്ടെന്ന്. ഞാൻ 8 മണിക്കൂറിൻ്റെ ചരിത്രവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് പുള്ളി പറയുക, ഞാൻ വന്നപ്പോൾ 7 ദിവസം കിടന്നിട്ടുണ്ടെന്ന്. എപ്പോഴെവിടെ ചെല്ലുമെന്ന് അറിയാൻ വയ്യ. അത് കാര്യം കാറ്റനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. അന്നത്തെ പ്രശ്നം. ഇന്നിപ്പോൾ ഒരു മോട്ടറുണ്ട്. ആ കപ്പൽ തന്നെയാ, പക്ഷെ അതിന് ഒരു മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പണ്ടത്തെ കപ്പൽ തന്നെയാ. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കഷ്ടതയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ കഷ്ടപ്പെട്ടു എന്നുള്ളതിനകത്ത് നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ യേശു കാൽവറി ക്രൂശിൽ മരിച്ചത് കാൽവറി ക്രൂശിൽ മരിക്കുമ്പോഴുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി അല്ല. അവൻ്റെ മരണം സ്പെസിഫിക് ആയിട്ടൊരു റിസൾട്ട് നോക്കിക്കൊണ്ടായിരുന്നു. എന്താണ് റിസൾട്ട്? ഞാൻ ഈ മരണം ഏറ്റെടുക്കുമ്പോൾ ലോകത്തിൽ ആദാം മുതൽ യേശു വരെയും, യേശു മുതൽ അവൻ്റെ രണ്ടാമത്തെ വരെയുള്ള എല്ലാ മനുഷ്യരുടെയും, എവ്രി പീപ്പിൾ ഓഫ് എവ്രി ഏജസ്, എവ്രിവെയർ, ദേ ആർ ഗോയിങ് ടു ബി സേവ്ഡ്. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് അവൻ്റെ മരണം എന്ന് പറയുന്നത്. അത് നമുക്ക് വേണ്ടി. യേശു എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അവൻ ഒരിക്കലും അവന് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ച് നമ്മൾ കാണുന്നില്ല. അവൻ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. എന്നാൽ അതേപോലെ തന്നെ അവൻ മരിക്കുമ്പോഴും അവൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അതാണ് അവൻ്റെ ത്യാഗത്തിൻ്റെ പ്രത്യേകത. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയല്ല, റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ ത്യാഗം അവൻ നമുക്ക് വേണ്ടി ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നുമല്ല. എപ്പോഴാണ്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഭക്തിയുള്ളവർക്ക് വേണ്ടിയല്ല മരിച്ചത്. ആർക്ക് വേണ്ടി? അഭക്തർക്ക് വേണ്ടി മരിച്ചു. അവിടെ പറയുന്നു, നീതിമാന് വേണ്ടി മരിക്കുന്നത് ദുർലഭം. ആരെങ്കിലും നീതിമാന് വേണ്ടി മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി ഒരു പക്ഷേ ആരെങ്കിലും മരിച്ചേക്കാം. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. 3 ഗ്രൂപ്പിനെ അവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, നീതിമാനായ വ്യക്തി. നീതിമാന് വേണ്ടി തന്നെ മരിക്കുന്നത് ദുർലഭം. അതൊരു ഫാക്റ്റാണ്. ഇവൻ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ നമുക്കറിയാവുന്ന ഒരാളെ കുറച്ച് ആൾക്കാർ കൂടി തല്ലിക്കൊല്ലാൻ പോകാമെന്ന് വെച്ചു. നമുക്കറിയാം ഇവൻ തെറ്റൊന്നും ചെയ്തില്ല, എന്നാൽ ഇവൻ കള്ളനാണെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ തല്ലിക്കൊല്ലാൻ തുടങ്ങുകയാണ്. ഭയങ്കര ഒരു മോബാണ്, വലിയ ക്രൗഡാണ്. എത്ര പേര് ചെന്നിട്ട് പറയും, നിങ്ങൾക്കറിയാം ഇവൻ നീതിമാനായ ഒരു വ്യക്തിയാ, അവനെ കൊല്ലല്ല, എന്നെ കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് ചെല്ലും? നിങ്ങളെ ആരുമല്ല, ആരെങ്കിലും ചെല്ലാൻ പോകുന്നു. അവൻ നീതിമാനായ ഒരു വ്യക്തിയാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ ആ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ പോൾ പറയുന്ന അതാണ്, നീതിമാന് വേണ്ടി ഒരാൾ മരിക്കുന്നത് ദുർലഭം. ഒരുത്തൻ നീതിമാനാണെന്നുള്ള ഒറ്റ കാരണത്താലൊന്നും അയാൾക്ക് വേണ്ടി മരിക്കാനൊന്നും ആരും തയ്യാറാകത്തില്ല. ഗുണവാന് വേണ്ടി ഒരു പക്ഷേ ആരെങ്കിലും മരിച്ചേക്കാം. ഗുണവാനെന്ന് പറയുന്നത് ദോസ് ഹു ആർ ഡൂയിങ് ഗുഡ് ഫോർ മീ. ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. ഞാനതിനൊരു ഉദാഹരണം എൻ്റെ പഴയ മെസ്സേജസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചാബിൽ, നിങ്ങൾക്കറിയാമല്ലോ, പഞ്ചാബിലെ ഖലിസ്ഥാൻ വാദം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ സമയത്തോടെ പോയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇതെല്ലാം കാണുമ്പോഴൊക്കെ ഒരു പക്ഷേ അവർക്കതൊരു നോർമൽ കാര്യം പോലെ എപ്പോഴും പോകുന്ന വഴിക്ക് എപ്പോൾ വേണമെങ്കിലും ടെററിസ്റ്റുകൾ വന്നിട്ട് വണ്ടികൾ തടഞ്ഞു നിർത്തുന്നു, അകത്ത് കയറുന്നു, വെടിവെക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തി, ഇതിനകത്ത് രക്ഷപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. അയാൾ വണ്ടിയെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഈ ടെററിസ്റ്റുകൾ കയറി മെഷീൻ കണ്ടുവച്ച് പിന്നെ ഷൂട്ടിംഗ് മാത്രം, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, വേറെ ഒന്നും കേൾക്കാനില്ല. ഇദ്ദേഹം പറഞ്ഞത്, ആരോ എന്നെ പിടിച്ച് തള്ളി താഴെ ഇട്ടു, എന്നിട്ട് എൻ്റെ മുകളിൽ അയാൾ വീണ് കിടക്കുകയാണ്. ഞാൻ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ താഴെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വെടിയൊച്ചയെല്ലാം തീർന്നു, എല്ലാവരും മടങ്ങിപ്പോയി. ഞാൻ എൻ്റെ മുകളിൽ കിടക്കുന്ന ആളെ തള്ളി മാറ്റി. അയാൾ മരിച്ചു കിടക്കുക, ആ മുകളിൽ കിടക്കുന്ന ആൾ. അതായത് ഇയാൾ മുകളിൽ കിടന്നതുകൊണ്ടാണ് അവൻ രക്ഷപ്പെടുന്നത്. ഇവൻ മരിച്ചില്ല എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. മാറ്റി നോക്കിയപ്പോൾ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഭാര്യയായിരുന്നു. ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഭാര്യ എന്ത് ചെയ്തു? ഇവനെ കവർ ചെയ്ത് അവൾ മരണം ഏറ്റെടുത്തു. പക്ഷെ ആർക്ക് വേണ്ടിയാണ്? ഉപകാരിയായ ഭർത്താവിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അത് തന്നെ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല, ഇല്ലേ? മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താണ്? പോൾ പറയുന്നതാണ്, നീതിമാന് വേണ്ടിയൊക്കെ ഒരുത്തൻ പോയി ചാകുന്നതൊക്കെ ദുർലഭം.
ഗുണവാന് വേണ്ടി ഒരാൾ പക്ഷേ മരിച്ചേക്കാം. പക്ഷേ ക്രിസ്തു അങ്ങനെയല്ല. അവൻ നമ്മൾ പാപികളായിരുന്നപ്പോൾ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ്റെ രക്തം മുഖേന നമുക്ക് നീതീകരണം സംഭവിച്ചുവെങ്കിൽ, നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, അതാണ് യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ മഹിമയായിട്ട് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മഹിമയാകുന്നതിൻ്റെ കാരണം അതാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആർക്ക് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അവനെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. ആർക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെടുന്നത്? അവനെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെടുന്നത്. അവനെ നിന്ദിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, പിന്നെ സഭയിലെ നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി, അല്ലാതെ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടിയല്ല. നമ്മുടെ ലിസ്റ്റിൽ കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലേ? പക്ഷെ യേശു ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? അവനെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി, അവനെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. അവനെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അവൻ അപമാനം അലക്ഷ്യമാക്കി, പരിഹാസം അവൻ ഏറ്റെടുത്തില്ല. അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന പടയാളികൾ അവനെ പരിഹസിക്കുകയാണ്. അവൻ്റെ മുഖത്ത് ഇടിച്ചിട്ട്, കണ്ണു കെട്ടിട്ട് മുഖത്ത് ഇടിച്ചിട്ട്, നിന്നെ ഇടിച്ചത് ആരെന്ന് നീ പ്രവചിക്കാന്ന് പറയുന്നത്. അവൻ്റെ മുഖത്ത് നിന്ന് രോമം വലിച്ചെടുത്തു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. അവൻ്റെ കൈകളിൽ ആണിയടിച്ചു. അവൻ്റെ കാലുകളിൽ ആണിയടിച്ചു. അവനെ ക്രൂശിച്ചു. അവനെന്താ പറയുന്നത്? അവനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മാഹാത്മ്യം അതാണ്. ബാക്കിയുള്ള പഴയ നിയമത്തിലൊക്കെ സെക്കരിയ പുരോഹിതൻ, സെക്കരിയ പ്രവാചകൻ, ഓൾഡ് ടെസ്റ്റമെന്റിൽ യഹോയാദാ പുരോഹിതൻ്റെ മകനായിരുന്ന സെക്കരിയ പുരോഹിതൻ്റെ കാര്യം നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുമ്പോഴത്തേക്ക്, അവനെ ദേവാലയത്തിൽ വെച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യത്തിൽ അവൻ പറയുന്നു, യഹോവ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാണ് അവൻ മരിക്കുന്നത്. പക്ഷേ യേശു, ദൈവം നിന്നെ നോക്കിക്കൊള്ളട്ടെ എന്നല്ല പറയുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അതാണ് സ്നേഹം. ദാറ്റ് ഈസ് ലവ്. ആ സ്നേഹമാണ് നമ്മളിലൂടെ ഒഴുകേണ്ടത്. ആ സ്നേഹം നമ്മളിലൂടെ ഒഴുകിയത് കൊണ്ട്, ആ സ്നേഹം സ്തെഫാനോസിലൂടെ ഒഴുകിയത് കൊണ്ടാണ് അവനെ കല്ലെറിഞ്ഞ സമയത്ത് യഹോയാദാ പുരോഹിതന്റെ മകനായിരുന്ന സെക്കരിയാവ് പറഞ്ഞ വാക്കല്ല സ്തെഫാനോസ് പറയുന്നത്, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവനിൽ ഒഴുകിയത് യേശുവിൻ്റെ സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അവൻ അപമാനം അലക്ഷ്യമാക്കി. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇറങ്ങി വന്നില്ല. അവൻ മരണം ചൂസ് ചെയ്തു. മരിക്കാതിരിക്കാൻ ചോയ്സ് ഉണ്ടായിരുന്ന ലോകത്തിലെ ഏക വ്യക്തി യേശു കർത്താവായിരുന്നു. മരിക്കാൻ ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം, പോയി സൂയിസൈഡ് ചെയ്താൽ മതി. പക്ഷേ മരിക്കാതിരിക്കാൻ ചൂസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ആരായിരുന്നു? യേശു കർത്താവ്. വേണമെങ്കിൽ യേശുവിന് മരിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു? പാപിയായ എനിക്ക് വേണ്ടി അവൻ മരണം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് യേശു എന്ത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി ജീവനെ, പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നമ്മൾ അറിയുന്നു. അവനെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി ക്രൂശിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ബൂട്ടിട്ട് ചവിട്ടുന്ന പടയാളി, ഒരു റോസാപുഷ്പത്തിന്റെ മേൽ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു പടയാളിക്ക് വേണ്ടി റോസാപുഷ്പം സുഗന്ധം പരത്തി കൊടുക്കുന്നത് പോലെ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കൊച്ചുകുട്ടി എഴുതിയ കാര്യമാണ് കേട്ടോ. ഒരു കൊച്ചുകുട്ടി, അത് എൻ്റെ ഉദാഹരണമൊന്നുമല്ല. ഒരു കൊച്ചുകുട്ടി, ഞാൻ പറയുന്ന സായി പറഞ്ഞതുപോലെ ഇതെല്ലാം എൻ്റെ തലയിൽ നിന്ന് മാത്രം ഇറങ്ങി വരുന്നൊന്നും അല്ല, ഇതുപോലുള്ള പല തലകളിൽ നിന്നുള്ളതാണ്. ഞാൻ പിന്നെ ഈ കടപ്പാട് പറയാത്തത് അത് പറഞ്ഞാൽ അതേ പറയാൻ നേരം കാണുകയുള്ളെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഒരു സൺഡേ സ്കൂൾ കുട്ടി പറഞ്ഞതാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുതിയ വാക്കുകളാണ്. ഒരു റോസാപുഷ്പത്തെ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു പട്ടാളക്കാരന് വേണ്ടി റോസാപുഷ്പം സുഗന്ധം പരത്തി കൊടുക്കുന്നത് പോലെ. അതാണ് വാസ്തവത്തിൽ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹമാണ് അത് എന്നിലൂടെ ഒഴുകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സാധാരണ സ്നേഹവുമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഞാനത് ജസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ തുടങ്ങിയാൽ നമുക്കത് നിൽക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന സ്നേഹമല്ല കാൽവറി ക്രൂസിലെ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെ ആ പ്രത്യേകത, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ആ കൈൻഡ് ഓഫ്
ലവ് ഓഫ് ജീസസ്, യേശുവിൻ്റെ സ്നേഹം പോലെയുള്ള ഒരു സ്നേഹമാണ് 1 Corinthians chapter 13 പോൾ പറയുന്നത്. അവിടെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും, 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. നമുക്കൊക്കെയുള്ള വലിയ പ്രശ്നമാണ്, നമ്മൾ ദോഷം കണക്കിടുന്നവരാണ്. നമ്മൾ എഴുതി വെച്ചിരിക്കും. ചിലപ്പം പറയും ഞാൻ മറക്കത്തില്ല, അന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറക്കത്തില്ലെന്ന്. അത് ക്രിസ്ത്യൻ ലവല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമല്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ഒരു ഭർത്താവ് ചെന്നിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനോട്, ഒരു കൗൺസിലറോട് പറഞ്ഞു, when my wife quarrels with me she becomes hysterical. ഹിസ്റ്റീരിക്കലാണെന്നാണ് കൗൺസിലർ ചിന്തിച്ചത്. യു മീൻ ഹിസ്റ്റീരിക്കൽ? നോ, ഹിസ്റ്റോറിക്കൽ. അവൾ എപ്പോഴും പറയുന്നത് 20 കൊല്ലം മുമ്പ് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യമാണ്. അവള് ചൂടാകുമ്പോഴല്ല അവൾ പറയുന്നത് എന്താണ്? 20 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് പറയുന്നത്. നമ്മളൊക്കെ ഭയങ്കര ഹിസ്റ്റോറിക്കലാണ്. എന്താ? വിട്ടുകളയത്തില്ല. യേശു അങ്ങനെയല്ല. യേശു ഒരിക്കലും അങ്ങനെയല്ല. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. അവനെ തള്ളി പറഞ്ഞ പത്രോസിനെ പോലും അവൻ എന്ത് ചെയ്യുന്നില്ല? തള്ളി പറയുന്നില്ല. യൂദാസ് മടങ്ങി വന്നായിരുന്നെങ്കിൽ യൂദാസിനെ സ്വീകരിക്കാൻ കർത്താവ് ഒരുക്കമായിരുന്നേനെ. അവൻ ആരെയും തള്ളിക്കളയുന്നില്ല. അതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അത് നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സ്വാർത്ഥനാകാൻ കഴിയില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്ന ആളുകൾ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം അതാണ്, അല്ലേ? ഞാൻ ഒരു ചർച്ചിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അത് ഞാൻ ചോദിച്ചു, രണ്ടാമത് ആരുടെ കാര്യം അന്വേഷിക്കാൻ പറ്റുന്നത്? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, എല്ലാവർക്കും അറിയാം. രണ്ടാമതോ? നമ്മുടെ മനസ്സിലെ ചിന്ത രണ്ടാമത് നമ്മുടെ കാര്യം അന്വേഷിക്കണമെന്നാണ്. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടേത് അന്വേഷിക്കുള്ളൂ, അത് വേറെ കാര്യം. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം അന്വേഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ രാജ്യവും നീതിയൊക്കെ. പക്ഷേ ശരിക്കും വേദപുസ്തകത്തിൽ രണ്ടാമതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ്റെ രാജ്യവും നീതിയുമെന്നേ ഉള്ളൂ, അല്ലാതെ ഈവൻ മുമ്പേ എന്നുള്ള വാക്ക് പോലും അവിടെ ഇല്ല. സീക്ക് യു ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ഇറ്റ്സ് റൈച്ചസ്നെസ്, ദാറ്റ്സ് ഓൾ. രണ്ടാമതും മൂന്നാമതും തന്നെ, 10-ാമതും 100-ാമതും തന്നെ, 1000-ാമതുണ്ടെങ്കിൽ 1000-ാമതും അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. ഇത് പ്രസംഗിച്ച ദിവസം പാസ്റ്റർ തീർന്നപ്പൻ പറഞ്ഞു, അപ്പോൾ സാറേ നമ്മുടെ കാര്യമോ? നമ്മുടെ കാര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നമ്മുടെ കാര്യം ഇല്ലല്ലോ. നമ്മുടെ കാര്യം ഇല്ലേ? അതെന്താ സാറേ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പിന്നെങ്ങനെയാ നമ്മുടെ കാര്യം? ആദ്യം തന്നെ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? തന്നെത്താൻ ത്യജിച്ചാലേ പറ്റുള്ളൂ. പിന്നെങ്ങനെ എൻ്റെ കാര്യം എന്ന് പറയുന്നത്? എൻ്റെ കാര്യം എന്ന് പറഞ്ഞ ഒന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്രൂശിലെ സ്നേഹമല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ 2 Corinthians chapter 5 നമ്മൾ വായിച്ചതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. അല്ലാതെ നമ്മളുടെ കാര്യങ്ങളെല്ലാം സെക്യൂർ ആക്കിയതിന് ശേഷം, ഇന്നത്തെ ഒരു വലിയൊരു ടെൻഡൻസിയാണ്, നമ്മളുടെ സകല കാര്യങ്ങളും സെക്യൂർ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ദൈവമേ എന്നൊരു ചിന്തയുള്ളൂ. ബാക്കി എല്ലാ കാര്യവും സെക്യൂറാണ്. ഞാൻ എപ്പോഴും പറയും, പണ്ടൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നെങ്കിലും ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയുമല്ല. അതായത് പണ്ടൊക്കെ കർത്താവേ എനിക്കൊരു ജോലി തരണേ, എനിക്ക് ജീവിക്കാനും എൻ്റെ കുടുംബത്തെ പുലർത്താനും. ഇന്ന് പറയുന്നത് കർത്താവേ എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളുടെ കാര്യത്തിനും കൂടെ ഉള്ളത് തരണേ. ഇപ്പം അന്ന് മക്കളുമല്ല, മക്കളും മക്കളുടെ മക്കൾക്കും വേണ്ടി ഉള്ളതും കൂടെ സമ്പാദിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്വസ്ഥതയില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു ഗുജറാത്തി സേഠ്ജി, അയാൾക്ക് ഒത്തിരി ഫാക്ടറീസും എല്ലാം ഉണ്ട്. ഒരിക്കലും ഒരു ചാർട്ടർ അക്കൗണ്ടിനെ വിളിച്ചിട്ട് അയാൾ ചോദിച്ചോളൂ, ഇനി നമ്മുടെ ബിസിനസ് വളർന്നില്ല എന്ന് തന്നെ വെക്കുക, നമ്മളിപ്പോൾ ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അത് വർദ്ധിക്കുന്നില്ലെങ്കിൽ എൻ്റെ എത്രാമത്തെ തലമുറയ്ക്ക് വരെ ജീവിക്കാനുള്ളത് ഞാനിപ്പോൾ ഓൾറെഡി സമ്പാദിച്ചിട്ടുണ്ടെന്ന് താനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അയാൾ ഭയങ്കര ഷാർപ്പായിട്ട് ഇപ്പോൾ അയാൾക്ക് എത്ര മക്കളുണ്ടെന്നും അവർക്ക് എത്ര മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവരെങ്ങനെ ജീവിച്ചാൽ എങ്ങനെയൊക്കെ കഴിയുന്ന എല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് പറഞ്ഞു, സജ്ജി ഇനി ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അടുത്ത 20 തലമുറയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് അങ്ങ് ഓൾറെഡി സമ്പാദിച്ച് കഴിഞ്ഞു. ഇയാൾ ഒരൊറ്റ കരച്ചിലാണ്.
എടോ അപ്പൊ എൻ്റെ 21-ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കൂടോ എന്ന്. ഇതാ ഇന്നത്തെ പ്രശ്നം. 21-ാമത്തെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കുന്ന ആളുകളാ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞത്. അങ്ങ് ചെന്നാ മതി, കിട്ടും. അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരൊറ്റ കാര്യം ഞാൻ ഈ വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നവന്റെ ഭക്തി എന്ന് പറയുന്നത് വെറും കപടഭക്തിയാണ്. ഇതൊക്കെ ചർച്ചയിൽ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ സഭയിൽ നമ്മൾ സഭയിൽ എന്തോ എന്ന് പഠിപ്പിക്കുന്നത്? എന്ത് പഠിപ്പിക്കുന്നു സഭയിൽ? അന്ത്യകാല സംഭവങ്ങളും ശാസ്ത്രവും എന്തൊക്കെ സംഭവിക്കും, ഇതൊക്കെ ഈസിയാണ്, നമുക്ക് പഠിപ്പിക്കാൻ ഈസിയാണ്. ഈ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ നമുക്ക് ചേഞ്ച് ഒന്നും വേണ്ടല്ലോ. നമുക്ക് ചേഞ്ച് വേണ്ടാത്ത വ്യാഖ്യാനമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞങ്ങളുടെ ഒരു മിഷണറി ഉണ്ട്, ചെയ്സ് പറയുന്നൊരു വാചകമുണ്ട്. നമ്മൾ വേദോസം വ്യാഖ്യാനിക്കുന്നത് തന്നെ അനുസരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ അതങ്ങ് അനുസരിച്ചായി ചുമ്മാതെ വായിച്ചാൽ തന്നെ അനുസരിക്കാനുള്ള സാധനമായത് മുഴുവൻ. അതനുസരിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വ്യാഖ്യാനിച്ച് കളയും. വ്യാഖ്യാനിച്ച് ഇത് അനുസരിക്കാതിരിക്കാനുള്ള വല്ല പഴുതും ഉണ്ടോ എന്നുള്ളത് നോക്കി വ്യാഖ്യാനിച്ചൊരു പരുവമാക്കി തരും. നമുക്ക് ചേഞ്ച്, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതായ കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഒറ്റ വാക്ക് ഞാൻ പറയണം. അവിടെ പോൾ പറയുന്ന ഇതാണ്: ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയിർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. വി ഹാവ് റിസോൾവ്. അങ്ങനെ ജീവിക്കണം. അത് പോളും അങ്ങനെ വേണം, പോളിന്റെ കൂട്ടത്തിലുള്ളവരും കൊരിന്ത്യരോട് പറയാണ്. അതാണ് ഞങ്ങളുടെ നിർണയം. അങ്ങനെ ജീവിക്കുന്നവൻ മതി. കർത്താവ് വലിയ മെഗാ ചർച്ചിനെ മുകളിലോട്ട് കൊണ്ടുപോകാനൊന്നും അല്ല വരുന്നത്. കർത്താവ് വരുന്നത് ഹോളി ചർച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വിശുദ്ധമായ ഒരു സഭയാണ് കർത്താവ് കൊണ്ടുവരുന്നത്. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. എന്നിലൂടെ ഒഴുകേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സ്നേഹമാണ്. വെൻ ഐ ലിവ് ഫോർ അതേഴ്സ് ഓൺലി ദെൻ. അല്ലാതെ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭാഗങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ കാൽവറി ക്രൂശിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പകരം മരണമാണ്. അതായത് എൻ്റെ മരണം അവൻ ഏറ്റെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൻ്റെ ജീവൻ അവന് എനിക്ക് തരുന്നു. ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. കാൽവറി ക്രൂശിൽ, യേശുവിൻ്റെ ക്രൂശിൽ അവൻ എൻ്റെ മരണം ഏറ്റെടുത്തു. എൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്, എൻ്റെ ക്രൂശിൽ ഞാൻ എൻ്റെ പഴയ ലോകത്തെയും പഴയ മനുഷ്യനെയും ക്രൂശിച്ചിട്ട് അവനോടുകൂടെ മരിച്ച്, അവനോടുകൂടെ അടക്കപ്പെട്ട്, അവനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റ് എന്തിനു വേണ്ടിയാണ്? അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അറിയുന്ന അവൻ്റെ മരണത്താലാണ്. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന ഒരു തീരുമാനം, അവൻ്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, അവൻ്റെ ഇൻകാർണേഷൻ മുതൽ മുന്നോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, അവിടെ എല്ലാം സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. ഗാഡ് ഈസ് ലവ്. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അവൻ്റെ ഇൻകാർണേഷൻ്റെ ആദ്യ ചരിത്രം മുതൽ നമ്മൾ കാണുന്ന എന്താണ്? അവൻ്റെ സ്നേഹമാണ്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ അതാണ് കാണുന്നത്. അവന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് ചിന്തിക്കാതെ, വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്നത് സ്നേഹം കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? നിർബന്ധം കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ഹി ലവ്സ് മീ. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ ലൈഫ്, അവൻ്റെ ഇൻകാർണേഷൻ, ആ ഡൗൺ പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇറങ്ങി 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 താഴേക്ക് വരികയാണ്. ദൈവത്തോടുള്ള സമത്വം അത് അവൻ ഉപേക്ഷിച്ചിട്ട് അവൻ ഇറങ്ങി വരുമ്പോൾ പോലും റോമൻ സീസറിന്റെ മകനായിട്ടല്ല അവൻ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം അവൻ ജീവിച്ചാലും അവനത് ലക്ഷറി അല്ല. എന്നിട്ടും അവൻ ലക്ഷറി അല്ല തിരഞ്ഞെടുത്തത്, എന്നെ പോലെയോ എന്നേക്കാൾ താഴെയുള്ള ഒരാളുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീസസ് വാസ് എ വെരി പൂവർ മാൻ. എന്തിനാ?
എല്ലാവർക്കും അവൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റണം. എല്ലാവർക്കും അവനെ അറിയാൻ, മനസ്സിലാക്കാൻ കഴിയണം. അവൻ എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ പലയിടത്ത് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിൽ അവൻ ജനനത്തിൽ നമ്മളോട് സദൃശനായി തീർന്നു. നമ്മൾ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ളവരായിട്ട് ജനിച്ചത് കൊണ്ട് അവനും നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. നമ്മൾ കഷ്ടതയിൽ ജീവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായ ദാരിദ്ര്യം, ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമല്ല, സ്വാഭാവികമായ ദാരിദ്ര്യം. മനുഷ്യവർഗത്തിൽ നല്ലൊരു ശതമാനവും സ്വാഭാവികമായി ദരിദ്രരാണ്. അതുകൊണ്ട് അവൻ ദാരിദ്ര്യം തിരഞ്ഞെടുക്കാനാ. ഭൂരിപക്ഷം ആളുകളും ദരിദ്രരായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ദാരിദ്ര്യം തിരഞ്ഞെടുത്തു. ഹി ചോസ് പോവർട്ടി. അല്ലാതെ അവൻ നിർബന്ധിതനായതല്ല, അവൻ ചൂസ് ചെയ്തതാണ്. അവൻ്റെ മരണം അവൻ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ അവൻ്റെ ജനനവും, അവൻ എവിടെ ജനിക്കണമെന്നും ഏത് രീതിയിൽ ജീവിക്കണമെന്നും എത്ര കഷ്ടപ്പെടണമെന്നുള്ളതെല്ലാം അവൻ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഹി ചോസ്. കഷ്ടതയുടെ അങ്ങേ അറ്റത്തെ കഷ്ടത, അപമാനം എല്ലാം അവൻ കൊടുത്തു. നമ്മളൊക്കെ നമ്മുടെ അപ്പൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ യേശുവിനെ അന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് മറിയയുടെ മോനെ എന്നാ. അതിൽ കൂടുതൽ അപമാനകരമായ ഒരു വിളി എന്താണ്? ജീവിതത്തിൻ്റെ ഏത് അപമാനകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് പോലും യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശു പറയും, മോനെ എനിക്കതിൻ്റെ ദുഃഖം എന്താണെന്നുള്ളത് അറിയാം. അവൻ അറിയാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല. എല്ലാ അതുകൊണ്ടാണ് അവിടെ പൗലോസ് എബ്രായ ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത്, ഗാഡ് മെയ്ഡ് ഹിം പെർഫെക്റ്റ് ത്രൂ ഹിസ് സഫറിങ്സ്. കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കി. അതായത് ഒരാൾക്കും അവൻ്റെ അടുത്ത് ചെന്ന് നിനക്കിത് മനസ്സിലാകില്ല എന്ന് പറയാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുവാൻ അവൻ തയ്യാറായി. അവൻ ഇറങ്ങി വന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണത്. ഹി വാസ് ലിവിങ് ഹിയർ ഇൻ ദിസ് വേൾഡ് ആസ് എ പുവർ മാൻ ആൻഡ് ഹി വാസ് ഡൈയിങ്. അവൻ്റെ സ്നേഹമാണ്, അല്ലാതെ എന്തോന്നാ? അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയുന്നത്? നമ്മുടെയൊക്കെ ആളുകളുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ആരോട് സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല, ഒരു ഹയർ ഗ്രേഡിലുള്ള ആളാണെന്നുള്ളൊരു ചിന്ത നമുക്ക് മെനി ടൈംസ് വി സീ. സമയമില്ലാത്തതിൻ്റെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകളോടേ ചിലർ സംസാരിക്കത്തുള്ളൂ, അല്ലാത്തവർ സംസാരിക്കത്തില്ല. പക്ഷെ യേശു അങ്ങനെ ആയിരുന്നില്ല. അവന് പാപികളോടും ഐ ജസ്റ്റ് വാണ്ട് ടു, അവൻ്റെ ലൈഫിൻ്റെ മിനിസ്ട്രിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അവിടെ എല്ലാ തലത്തിലേക്കും അവൻ ഇറങ്ങി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ സ്നേഹമാണ്. അല്ലാതെ എന്തോന്ന്? ഇറ്റ് വാസ് ഹിസ് ലവ്. അവൻ്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ ജനനം തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അവൻ്റെ ജീവിതം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അവൻ്റെ മരണം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ദ ലവ് ഓഫ് ജീസസ് ഈസ് മാനിഫെസ്റ്റഡ് ഈവൻ ഇൻ ദ മിനിസ്ട്രി ഓഫ് ജീസസ്. ഇനി നമ്മൾ പഠിക്കാനുള്ള കാര്യം അതാണ്. അവൻ്റെ സ്നേഹം അവൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നത്. അത് വേദപുസ്തകത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമുക്ക് കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടി, സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ മാർക്സ് ഗോസ്പൽ മാത്രമാണ് അതിനു വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനം അവൻ്റെ ശുശ്രൂഷയിൽ എങ്ങനെ വിളങ്ങി എന്ന് മനസ്സിലാക്കേണ്ടതിന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് അതിൻ്റെ ആദ്യത്തെ 1-2 അധ്യായങ്ങൾ, അത്രേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. ആ ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മർക്കോസ് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മളിലേക്ക് ഒഴുകി വന്നത്. ആ ശുശ്രൂഷയിൽ അവൻ ഒഴുക്കിയ സ്നേഹം, അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒഴുക്കിയ സ്നേഹം, അവൻ്റെ ശുശ്രൂഷയിൽ അവൻ ഒഴുക്കിയ സ്നേഹം, ഇത് രണ്ടും കൂടെ നമ്മളിലൂടെ ഒഴുകേണ്ടത്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? യേശു ജീവിച്ചതുപോലെയാണ് ജീവിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? യേശു ശുശ്രൂഷ ചെയ്തതുപോലെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും യേശു ശുശ്രൂഷ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യാനും കഴിയണമെങ്കിൽ യേശു എങ്ങനെ ജീവിച്ചെന്നും യേശു എങ്ങനെ ശുശ്രൂഷ ചെയ്തെന്നും ഞാൻ അറിയണം. യേശു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ വിശാലമാണ്. പക്ഷെ അവൻ്റെ ഇൻകാർണേഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള ചില്ലറ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്ത്? It was a down process. He was identifying with the poor people. He was suffering. He was identifying in every way. മനുഷ്യവർഗവുമായിട്ട് അവൻ എല്ലാ രീതിയിലും ഏകീഭവിക്കുകയാണ്. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളും എല്ലായ്പ്പോഴും കൂട്ടുപിടിക്കേണ്ടത് ഒരിക്കലും ഒരു ഹയർ ലെവലിലുള്ള ആളുകളോടായിരിക്കരുത്. ഇന്നത്തെ ഒരു വലിയ ടെൻഡൻസി അതാണ്. എപ്പോഴും നമ്മൾ ഹയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക്, ആ ലെവലിലേക്ക് ഉയർന്നു പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു ഒരു സമൂഹത്തിൽ ചെന്നാൽ അവൻ എപ്പോൾ ആരോടാണ് കൂട്ടുപിടിക്കും? അവൻ എല്ലാവരോടും കൂട്ടുപിടിക്കും. അതും നമ്മൾ മനസ്സിലാക്കണം. അവന് ധനികരാണെന്നുള്ള കാരണം കൊണ്ട് മാത്രം ആരെയും എന്ത് ചെയ്തില്ല, ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഞാൻ ചിലപ്പം ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്, തമാശയ്ക്ക് പറയുന്നതല്ല, സത്യമാണ്. പിന്നെ പറയുമ്പം തമാശയായിട്ട് നമ്മളങ്ങ്
തോന്നുന്നതാ. ഈ യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെട്ടിലാക്കിക്കളയും ഈ പാർട്ടി. നമ്മൾ എന്തെങ്കിലും വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന കൂട്ടത്തിൽ സംഗതി അവൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും. യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും, നമ്മൾ വരുന്നുണ്ട്, ഞാനത് പറയാം, എല്ലാവരും കൂടെ പറഞ്ഞു, എന്തുവാണ് നിന്റെ ഗുരു ഈ കാണിക്കുന്നത്, ചുങ്കക്കാര് പാപികൾ. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ദേ ഞങ്ങളുടെ ഗുരു അങ്ങനെ, നിങ്ങളെ പരീക്ഷന്മാരെ പോലൊന്നും അല്ല, അവൻ വലിയ കാശുകാരോടൊന്നും അല്ല, പാവങ്ങള്, പാപബോധമുള്ളവർ, മാനസാന്തരമില്ലാത്ത പരീക്ഷനോടൊന്നും ഞങ്ങളുടെ യേശുവിന് കൂട്ടൊന്നുമില്ല, ഞങ്ങളുടെ യേശു പാവങ്ങളുടെ യേശുവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം നമ്മുടെ പരീക്ഷൻ്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്നത്. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ശിഷ്യന്മാരൊക്കെ എന്തോ ചെയ്യും. പിറ്റേ ദിവസം ഈ ഇവന്മാരെ ഇന്നലെ കളിയാക്കിയ മുഴുവൻ പാർട്ടികളും നേരെ തിരിച്ചു പറഞ്ഞത്, പരീക്ഷൻ്റെ കൂടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞതാ. നല്ല ഊണ് കിട്ടുമെന്ന് അറിഞ്ഞപ്പം നേണ്ട അവിടെ ഉണ്ട്. ശരിയല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ കൂടെ കൂടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ പറയുന്ന അനുസരിച്ചൊന്നും ഈ പാർട്ടിയെ കിട്ടത്തില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ വീട്ടിലായി പോകും. ഇതാ യേശു. ഞാൻ പറഞ്ഞത്, അവൻ്റെ ലൈഫിലെ അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, വേദത്തിലെ ഏത് പാസേജ്, എസ്പെഷ്യലി ഗോസ്പൽസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ ആ മാർക്ക് ഗോസ്പൽ മാത്രമൊന്ന്, അതിൻ്റെ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ നിൽക്കുകയാണ്. യേശുവിൻ്റെ ലൈഫ് നമ്മളൊന്ന് നോക്കുകയാണ്. ദ ലവ് ഓഫ് ജീസസ് മാനിഫെസ്റ്റഡ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ജീസസ് ഫ്രം മാർക്സ് ഗോസ്പൽ. ഈ സ്റ്റഡീസ് ഇൻ മാർക്സ്, അതിനകത്ത് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ തന്നെ ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം. ഓക്കെ, വി ഡു നോട്ട് നോ എക്സാക്ട്ലി, നമുക്ക് ശരിക്കും അറിയില്ല. ബട്ട് മർക്കോസിൻ്റെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഒരു ആക്ഷൻ പാക്ഡ് ബുക്കാണ്. ആക്ഷൻ പാക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തി ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. എന്താ, ഈ പല എപ്പിസോഡുകളായിട്ട് തിരിച്ച, ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ് ഞാൻ, അപ്പോൾ അതുകൊണ്ട് പഠിച്ച പണി അതായതുകൊണ്ട് പല എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ തിരിച്ചു വച്ചിരിക്കുന്നത് പോലെയാണ്. ആ ഒരു ഭാഗം കഴിഞ്ഞാൽ ഉടനെ അടുത്ത എപ്പിസോഡ്. ഈ എപ്പിസോഡ് എന്താണ്, എപ്പിസോഡുകളുടെ ഒരു പ്രത്യേകം ഉണ്ടല്ലോ, അതിന് ഇടയ്ക്ക് വലിയ ലിങ്കും ഒന്നും കൊടുക്കുന്നില്ല. ഈ പാർട്ടി ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഇമ്മീഡിയറ്റ്ലി, ഉടനെ. അതിന് മുമ്പേ പറഞ്ഞത് അതേ അല്ല, മുമ്പേ പറഞ്ഞതുമായിട്ട് അതിൻ്റെ തുടർച്ചയൊന്നുമല്ല, പക്ഷെ തുടങ്ങുന്നത് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് തന്നെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്, ലൂക്കോസ് അങ്ങനെയല്ല. ലൂക്കോസ് എന്താണ്, ക്രമമായി എല്ലാം എഴുതുന്ന, അതായത് വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിലെല്ലാം എഴുതുന്ന. അത് ലൂക്കോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ചുള്ള ചരിത്രം ഒത്തിരി പലതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാൽ എന്ത് ചെയ്യുകയാണ്, ഒന്ന് ക്രമമായിട്ട് എഴുതുകയാണെന്ന്. മർക്കോസ് അങ്ങനെ ക്രമമായിട്ട് എഴുതിയൊന്നുമല്ല, ആക്ഷൻ പാക്ഡ് ആണ്. നമ്മുടെ ഭയങ്കര സ്പീഡിലുള്ള ഒരു മൂവി പോലെയാണ്. ഇങ്ങനെ ടകടകട പെട്ടെന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. ഒരേ അടുപ്പിച്ചടുപ്പിച്ചാണ് കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത്. പല എപ്പിസോഡ്സ്, ഒരു ഫാസ്റ്റ് മൂവിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 41 പ്ലേസസിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ 16 അധ്യായം ഉള്ളതിനകത്ത് 41 സ്ഥലത്ത് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പല ഭാഗങ്ങളിലോ ഒരിടത്ത് തന്നെയൊന്നുമല്ല. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് ആക്ഷൻ പറഞ്ഞുകൊണ്ടല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കൺഫെഷൻ നടത്തിക്കൊണ്ടാണ്. ഒരു കൺഫെഷൻ. എന്താണ് കൺഫെഷൻ? മാർക്ക് ചാപ്റ്റർ 1, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, അതാണ് കൺഫെഷൻ. ജീസസ് ദ സൺ ഓഫ് ഗാഡ്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ എംഫസിസും അതാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ദൈവപുത്രനായ ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ്. ആ ഒരു എംഫസിസ് മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഏറ്റവും എംഫസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ അത് തുടങ്ങുമ്പോൾ തന്നെ അത് പറയാൻ കാര്യം അതാണല്ലോ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അപ്പൊ മാർക്ക് ഇങ്ങനെ ഒരു കൺഫെഷൻ ആദ്യം തന്നെ നടത്താനുള്ള കാരണം എന്താണ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ശരിക്കും ഈ കൺഫെഷൻ ആദ്യം പറയുന്നത് മാർക്കല്ല. ആരാ പറയുന്നത്? ശരിക്കും ഈ കൺഫെഷൻ ആദ്യം പറയുന്നത് പത്രോസാണ്. ശരിക്കും എന്ത് പറയുന്നത്? നീ ദൈവത്തിന്റെ, നീ മശിഹയാണ്. എങ്ങനെയുള്ള മശിഹയാണ്? ദൈവത്തിന്റെ പുത്രനായ, അല്ലേ? ഈ മർക്കോസിന്റെ പത്രോസിന്റെ ഒരു കൺഫെഷനാണ് ശരിക്കും ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം മാർക്ക് ശരിക്കും യേശു കർത്താവിന്റെ ഒരു ഡയറക്റ്റ് ശിഷ്യൻ ആയിരുന്നില്ല. യേശുവിനെ കണ്ടിട്ടുണ്ടാവണം, ക്രൂശീകരണത്തിന്റെ സമയത്ത് ഒരു പക്ഷേ അവൻ കണ്ടിട്ടുണ്ടാവും. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ സമയമൊക്കെ ഹി വാസ് എ യങ് ഗായ്, മേ ബി ഒരു കൗമാരപ്രായക്കാരൻ, മേ ബി ഒരു ടീനേജർ ആയിരുന്നു നിൽക്കണം. ഹി മസ്റ്റ് ബി എ ടീനേജർ. അതിനും വലിയ പ്രായമൊന്നുമില്ല. എന്നാൽ പീറ്ററിന്റെ നെഫ്യൂ ആണ് ആര്?
ഈ മർക്കോസ് പീറ്ററിന്റെ നെഫ്യൂ ആണ്. പീറ്ററും അല്ലെങ്കിൽ പീറ്ററിന്റെ ഈ മാർക്കും പീറ്ററും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മർക്കോസിനെ നമ്മൾ ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസും ബർന്നബാസും കൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ആരെ കൂടെ കൊണ്ടുപോയെന്ന് എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ എന്ന മർക്കോസിനെയും കൂടെ കൊണ്ടുപോയി. പക്ഷേ ചെറുക്കൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇട്ടേച്ച് പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. പല കാരണങ്ങൾ കാണും. ഒന്നാമത് ഈ പൗലോസിനെ പോലുള്ളൊരു പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ്. എൻ്റെ ചിന്ത അതാണ്. ഇങ്ങനൊരു ഭയങ്കര അല്ല, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇതൊരു ഒരു തമാശയായിട്ട് പറഞ്ഞാലും ഒരു കാര്യമാണ്. ഈ പോളിൻ്റെ കൂടെ ഒക്കെ നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ആള് അവിടെ. കാര്യം പൗലോസിന് അങ്ങ് ആവേശമാണ് എല്ലാ കാര്യത്തിനും. എന്താണ്? അവിടെ സുവിശേഷം ഓടിക്കണം, ഇവിടെ സുവിശേഷം ഓടിക്കണം, ഇനി എനിക്ക് ഇവിടെ സുവിശേഷം ഓടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സ്പെയിനിലേക്ക് വരിക, ഇവിടെ എല്ലാം ഞാൻ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അങ്ങ് ആ ആവേശം ഒരു പക്ഷേ കുറെ കാലം വെറുതെ പാഴാക്കി കളഞ്ഞതിൻ്റെ ദുഃഖമായിരിക്കാം. ഒത്തിരി വർഷങ്ങൾ പാഴാക്കി കളഞ്ഞില്ല ഇവൻ. പക്ഷേ കൊച്ചി ചെറുക്കനല്ലേ. അപ്പൊ ഇവനിൽ നിന്ന് ഒരു പക്ഷേ പൗലോസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് കാണും. ഇവനും അതുപോലെ സുവിശേഷം ഇവനും ഉണ്ട്. ഞാനിത് ഈ പറയുന്നത് ഒരു ഭാവനയാണ്. അതായത് ഇവനും ചിന്തിച്ച് കാണും, ഈ പൗലോസ് പ്രസംഗിക്കുന്നത് പോലെ ഒന്ന് പ്രസംഗിക്കണം. പൗലോസ് പ്രസംഗിക്കുമ്പോൾ എത്ര ആൾക്കാരാണ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. ഒരു പക്ഷേ ഇവനും ചിലപ്പോൾ ചന്തയിൽ പോയി ഒന്ന് പ്രസംഗിച്ച് കാണും, ആരും തിരിഞ്ഞു നോക്കിയും കാണത്തില്ല. അപ്പൊ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കാണും, എന്നെ കൊണ്ട് ഈ പറയുന്ന പ്രയോജനമൊന്നുമില്ല. ഈ എനിക്ക് എത്ര പരിശ്രമിച്ചാലും പൗലോസ് ഒന്നും ആകാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ പുറകെ പോയാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ആകത്തില്ല. ഈ പലപ്പോഴും പിള്ളേർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ കിടന്ന് എത്ര അലച്ചു പോയാലും ഒന്നും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താണ്? അവർ പ്രസംഗിക്കുന്ന എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. ഞാൻ കയറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വിറയ്ക്കും. ഞാൻ പാട്ട് പാടിയാൽ എനിക്ക് വെള്ളി അടിക്കും. ഞാൻ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് വാക്ക് കിട്ടത്തില്ല. അത് തന്നെയല്ല, ആളുകൾക്ക് ഇത് മനസ്സിലാകത്തുമില്ല. ഇത് ഇയാൾ ഇങ്ങനെ വലിയ കോരൊക്കെ പ്രസംഗിക്കും, നമ്മൾ പ്രസംഗിച്ചാൽ ഒന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പം മർക്കോസ് ഇങ്ങനെ സുവിശേഷമൊക്കെ പറയാനൊക്കെ ചിലപ്പം ചന്തയിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഇവനെ ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴത്തേക്ക് ഇവൻ ആകപ്പാടെ വിഷമമായി കാണും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഇട്ടേച്ച് പോയി കാണും. അപ്പൊ ഇട്ടേച്ച് പോയി എന്നുള്ളതല്ല, ഇവൻ ഇട്ടേച്ച് തിരിച്ച് ഒരു പക്ഷേ പത്രോസിന്റെ അടുത്ത് വന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഇവൻ ഒത്തിരി സങ്കടമൊക്കെ പറഞ്ഞു കാണും. അതിനുശേഷം വീണ്ടും പൗലോസും ബർന്നബാസും കൂടെ പോകാൻ നേരം ബർന്നബാസ് പറഞ്ഞ് നമുക്ക് മർക്കോസിനെ കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൗലോസ് പറഞ്ഞു ഒരു രക്ഷയില്ല, അവനെ കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ല. ടോട്ടലി അബ്രപ്റ്റ് ആയിട്ട് അവനെ എന്ത് ചെയ്യാണ്? തള്ളിക്കളയാണ്. ബർന്നബാസ് പറഞ്ഞു, എന്റെ പൗലോസേ, നീ എന്ത് പറയുന്നത്? അവൻ കൊച്ചി കിടക്കണം. എന്തോന്ന് കൊച്ചി കിടക്കൻ? അവനെ യേശുവിനെ അറിയത്തില്ലയോ? അവനെന്താ യേശുവിന്റെ പുറകെ വരാത്തത്? വേല ഇട്ടേച്ച് പോയതിനെ കൂടെ കൊണ്ടുപോകാനോ? എന്റെ ആഗ്രഹം അവനെ കൊണ്ടുപോകാനാ. ബർന്നബാസേ, ഉള്ള കാര്യം ഞാൻ പറയാം, നമ്മൾ തമ്മിൽ വെറുതെ പണം കരുതി ഈ കാര്യത്തിന്റെ പേരിൽ. ബർന്നബാസ് പറഞ്ഞ്, ഇയാൾ പിണങ്ങിയാലും ഞാൻ അവനെ കൊണ്ടുപോകും. അങ്ങനെ ഈ പയ്യന്റെ പേരിൽ എന്ത് ചെയ്തു? ശരിക്കും ബർന്നബാസും പൗലോസും നമ്മളിൽ പിണങ്ങുകയാണ്. ഞാൻ ചില ആലോചിച്ചിട്ടുണ്ട്, എത്ര ആത്മീയരാണെങ്കിലും ഇങ്ങനത്തെ ചില്ലറ കാര്യത്തിനൊക്കെ പിണക്കമൊക്കെ ഉണ്ടാകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് പൗലോസ് കാണിച്ചാലും ബർന്നബാസ് കാണിച്ചാലും അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്ന് പിന്നെ അവൻ പത്രോസിന്റെ കൂടെ ആയിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. പത്രോസിന്റെ കൂടെ ആയിരുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പത്രോസിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസിനോട് ഇവനെല്ലാ പരാതിയും പ്രയാസവും എല്ലാം പറയുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ്. അവൻ പക്ഷെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാണും, അമ്മാവാ, ആ പൗലോസ് എന്നെ കേട്ടത്തില്ല, ഞാൻ വേല ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ രണ്ടാമത് ചെന്നപ്പോഴത്തേക്ക് എന്നെ സ്വീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം പത്രോസ് എന്നെ പറഞ്ഞു കാണുമെന്നറിയാമോ? മോനെ, നീ എൻ്റെ കൂടെ പോരാ, നീ വേലയെല്ലാം ഇട്ടേച്ച് പോയുള്ളൂ, ഞാൻ കർത്താവിനെ ഇട്ടേച്ച് പോയവനാണ്. നീ വേലയെല്ലാം ഇട്ടേച്ച് പോയുള്ളൂ, ഞാൻ എന്തോ ചെയ്താ? ഞാൻ എൻ്റെ കർത്താവിനെ ഇട്ടേച്ച് പോയതാ. എന്നിട്ട് കർത്താവ് എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നതുകൊണ്ടാ ഞാനിപ്പോൾ നിൽക്കുന്നത്. കർത്താവ് ഒരു സെക്കൻഡ് ചാൻസോ തേർഡ് ചാൻസോ ഒക്കെ തന്നതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാ കർത്താവ് നമ്മളോട്, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ എത്രയോ ചാൻസസ് വന്നിട്ട് വീണ്ടും എത്രാമത്തെ ചാൻസാണെന്ന് ഇപ്പം നമ്മൾ മറന്നുപോയിരിക്കുക ഇല്ലേ? അതുപോലുള്ള സ്റ്റേജിൽ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത്, മർക്കോസ് അന്ന് പത്രോസിനെ കൂട്ടിക്കൊണ്ട് നടന്നത് കൊണ്ടുണ്ടായ ഗുണം എന്നറിയാമോ? ഇങ്ങനൊരു സുവിശേഷം നമുക്ക് കിട്ടി, മാർക്സ് ഗോസ്പൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്രോസിന്റെ ഗോസ്പലാണ്. കാര്യം ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഇത്ര കൃത്യമായിട്ട് മർക്കോസിന്റെ ആ സുവിശേഷം വായിക്കുമ്പോൾ തന്നെ ഇത് കണ്ടേച്ചെഴുതുന്ന ഒരു വ്യക്തി എഴുതുന്നത് പോലെ മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. ഐ വിറ്റ്നസ് എഴുതുന്ന അതേ രീതിയിൽ, ഇവൻ ഐ വിറ്റ്നസ് അല്ലായിരുന്നു, എന്നിട്ടും ഐ വിറ്റ്നസ് എഴുതുന്ന അതേ രീതിയിൽ ഇവൻ എഴുതാൻ പറ്റിയത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന്റെ സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ പറയുമെങ്കിൽ തന്നെ പത്രോസ് ഡിസ്ക്രൈബ് ചെയ്ത കാര്യമാണ് ആരെഴുതിയിരിക്കുന്നത്? മർക്കോസ്
എഴുതിയിരിക്കുന്നത്. ആക്ഷൻ പാക്ഡ് ആണ്. പത്രോസ് പറഞ്ഞ അതേപോലെ കാര്യങ്ങളെ അവൻ എടുത്തിരിക്കുന്നതാണ് നമ്മളിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് പത്രോസിന്റെ കൺഫെഷൻ ഇത്ര കൃത്യമായിട്ട് മാർക്ക് ഇവിടെ എടുത്തെഴുതാനുള്ള കാരണം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ സ്റ്റോറി വിവരിക്കുന്നുണ്ട്. എന്നാൽ പത്രോസിന്റെ ആ എംഫസിസ് മർക്കോസ് ആണ് ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത്. സ്റ്റോറി നമ്മൾ 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനുമെന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോനായ ശിമോൻ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പിന്നീട് പറയുന്നുണ്ട്, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്കിടുന്നു. ഒത്തിരി ആ ഭാഗങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ബട്ട് സ്റ്റിൽ ഈ കൺഫെഷന്റെ ഈ പ്രത്യേകതയാണ്. എന്തായിരുന്നു കൺഫെഷൻ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ആളുകൾ എങ്ങനെയാ പറയുന്നത്? ആളുകൾ നോക്കിയും കണ്ടുമൊക്കെ പറയുന്നതാണ്. ഇവൻ ഏലിയാവിനെ പോലെയാണ്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ, അല്ലെങ്കിൽ യെരമ്യയാണ്, മറ്റു പ്രവാചകനാണ്. ഇതൊക്കെ ആളുകൾ പറയുന്ന കാര്യമാണ്. ഇതൊരിക്കലും യേശു പറഞ്ഞ കാര്യമല്ല. യേശു അങ്ങനെ പറയത്തുമില്ല. എന്താണ് അതർ പീപ്പിൾ സേ അബൌട്ട് ഹിം? എങ്ങനെ പറയുന്നത്? അവർ നോക്കിക്കണ്ട് പറയുന്നതാണ്. അവർ നോക്കുമ്പോൾ ഏലിയാവിനെ പോലെ, അല്ലെങ്കിൽ ജെറമയായെ പോലെ, അതല്ലെങ്കിൽ മറ്റ് പ്രവാചകനെ പോലെ, അത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ പറയുന്നതാണ്. പക്ഷേ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉടനെ കർത്താവ് എന്താ പറയുന്നത്? ബെറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ജഡരക്തങ്ങളല്ല എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ ഇന്റലിജൻസ് കൊണ്ടല്ല നീ ഇത് മനസ്സിലാക്കിയതെന്നാണ്. ബുദ്ധിപൂർവമായിട്ട് ആലോചിച്ചൊന്നും കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ല. എന്നെ നോക്കിയേച്ച് ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും നിനക്ക് ഇല്ല. അത് ആർക്കുമില്ല. യേശുവിനെ കണ്ടേച്ച് നമ്മൾ ചിലപ്പോൾ പറയും, ഈ ജനങ്ങൾ എന്താ ഇത് മനസ്സിലാക്കാത്തതെന്ന്. പണ്ടൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ലായിരുന്നുള്ളൂ. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന ആളുകളോടൊക്കെ സുവിശേഷം പറയുമ്പോഴൊന്നും ഇവർക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ല, ഇല്ലേ? ബാക്കി എല്ലാം മനസ്സിലാകും, ഇത് മാത്രം അങ്ങോട്ട് മനസ്സിലാകത്തില്ല. എല്ലാ കെമിസ്ട്രി പറഞ്ഞാലും അറിയാം, ഫിസിക്സ് പറഞ്ഞാലും അറിയാം, ജനറ്റിക് എഞ്ചിനീയറിംഗ് ജനറ്റിക്സ്, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും, ബയോടെക്നോളജിയിൽ നിന്ന് സംസാരിച്ചാലും, ഏത് ഭാഷയിൽ നിന്ന്, ഏത് ശാസ്ത്രത്തിൽ നിന്ന് സംസാരിച്ചാലും ഇതെല്ലാം അറിയാം. പക്ഷേ യേശുക്രിസ്തുവിന്റെ കാര്യം പറയുമ്പോൾ മാത്രം എന്തോ ഇല്ല. അതെങ്ങനെ, എങ്ങനെ, പിന്നെ ഈ പറയുന്നത് എന്തുവാ? ബാക്കിയെല്ലാം മനസ്സിലാവും, ഇത് മാത്രം മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? ഇത് യുക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ല. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്താതെ ലോകത്തിലെ ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം അല്ല. ഇതിന് DNA ടെസ്റ്റ് ആണോ? അതൊന്നും ഇല്ലല്ലോ. DNA ടെസ്റ്റ് നടത്തിയല്ലോ യേശു ദൈവത്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഫെയ്ത്ത് ആണ്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. വിശ്വാസം എന്നതോ എന്ന് പറഞ്ഞു തന്നെ ഞാൻ ഒരു മെസ്സേജ് ഉണ്ട്, അത് വായിച്ച് അതിനകത്ത് ഞാനിത് കുറെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് റാഷണലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല വിശ്വാസം. അതിന് പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കാണാൻ കഴിയാത്തതാണെന്നാണ്. കാണാൻ കഴിയുന്നതാണെങ്കിൽ പിന്നെ എന്തിനാ വിശ്വസിക്കുന്നത്? അതങ്ങ് അംഗീകരിച്ചാൽ മതിയല്ലോ. ഫാക്ട്സ് വിശ്വസിക്കുന്നതല്ല, വസ്തുതകൾ വിശ്വസിക്കുന്നതല്ല വിശ്വാസം. വസ്തുതകൾ എന്തിനാ വിശ്വസിക്കുന്നത്? വസ്തുതകൾ എന്ത് ചെയ്താൽ മതി? അംഗീകരിച്ചാൽ മതി. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഇത് കാണാൻ കഴിയാത്തതാണ്, ഹ്യൂമൻ വേയിൽ മനസ്സിലാക്കാൻ കഴിയാത്തതാണ്, ജഡരക്തങ്ങൾക്ക് മനസ്സിലാകുന്നതല്ല, ഫൈൻഡിങ്സ് അല്ല എന്ന് അതിന്റെ അർത്ഥം. നമുക്ക് പ്രൂഫ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമല്ല വേദപുസ്തകത്തിലെ സത്യങ്ങൾ. അതാണ് കർത്താവ് പറയുന്നത്, ജഡരക്തങ്ങളല്ല നിനക്കിത് ഇത് നിനക്ക് മനസ്സിലാക്കി. ഇറ്റ് ഇസ് നോട്ട് യുവർ ഫൈൻഡിങ്. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ളത് നിന്റെ ഒരു കണ്ടുപിടുത്തമല്ല. പ്രത്യേകത എന്താണ്? വെളിപ്പാടാണ്. അതാണ് വെളിപ്പാട്. എന്താ വെളിപ്പാട്? വെളിപ്പെടുത്തുകയാണ്. അത് കണ്ടുപിടിക്കുകയല്ല, വെളിപ്പെടുത്തുകയാണ്. ഞാൻ പലപ്പോഴും പിള്ളേരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ സൂര്യനെ എങ്ങനെയാണ് കാണുന്നതെന്ന്. ചിലപ്പോൾ കുസൃതി പിള്ളേർ കണ്ണുകൊണ്ടാണെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. കണ്ണുകൊണ്ടെന്നുള്ളതല്ല, നമ്മൾ സൂര്യനെ കാണുന്നത് സൂര്യന്റെ പ്രകാശത്തിലാണ്. ടോർച്ച് അടിച്ച് ആരും സൂര്യനെ കണ്ടിട്ടില്ലല്ലോ.
ടോർച്ചടിച്ചല്ലോ സൂര്യനെ കാണുന്നത്. സ്വയം പ്രകാശിതമായ ഒരു വസ്തുവിനെ കാണുന്നത് അതിൻ്റെ പ്രകാശത്തിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രകാശം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? സ്വയം പ്രകാശിതമായ ഏത് വസ്തുവിനെയും കാണണമെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. സൂര്യനെ നമ്മൾ കാണുന്നത്, സൂര്യൻ്റെ പ്രകാശം 8.5 മിനിറ്റ് സഞ്ചരിച്ച് നമ്മുടെ കണ്ണുകളിൽ എത്തി 8.5 മിനിറ്റ് റിട്ടേൺ അടിച്ചിട്ട്, ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8.5 മിനിറ്റിന് മുമ്പുള്ള സൂര്യനെ നമ്മൾ കാണുന്നത്. ഇനി സൂര്യൻ അങ്ങ് കെട്ടുപോയാലും 8.5 മിനിറ്റോടെ നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ കെട്ടുപോയാലും 8.5 മിനിറ്റോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യനെ കാണാൻ പറ്റും. കാര്യം സൂര്യന്റെ പ്രകാശത്തിൽ മാത്രമേ സൂര്യനെ കാണാൻ കഴിയുള്ളൂ. സൂര്യന്റെ പ്രകാശത്തിലെ സൂര്യനെ കാണാൻ കഴിയുകയുള്ളൂ എങ്കിൽ ദൈവത്തിന്റെ പ്രകാശത്തിലല്ലാതെ ദൈവത്തെ കാണാനും കഴിയില്ല. സൂര്യനെ തന്നെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ സൂര്യനെ കാണാൻ നമുക്ക് കഴിയില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തെ അറിയാനും നമുക്ക് കഴിയില്ല. അത് ശാസ്ത്രവും ഹിസ്റ്ററിയും വെച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന യാഥാർത്ഥ്യം അത് ദൈവം വെളിപ്പെടുത്തുന്നതാണ്. അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് യേശുവിന്റെ കാലത്തിലെ ജ്ഞാനികളായ ആളുകൾക്കല്ല. വേണ്ടത്ര വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരു മീൻപിടുത്തക്കാരനായ പത്രോസിനാണ് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തത്. കാര്യം അവന് ജ്ഞാനത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെ ഒന്നും മേലാടകളില്ലാഞ്ഞതുകൊണ്ട് ഈസിയായിട്ട് അവനത് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു, അല്ലേ? അവനത് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ഒരു ഇഗ്നറൻ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വേറെ ഒന്നും കയറി കിടക്കാത്ത ഒരാൾക്ക് ഫെയ്ത്ത് കുറച്ചുകൂടി ഈസിയാണ്. പലത് കയറി കിടക്കുന്നവർക്കാണ് ഫെയ്ത്ത് പ്രയാസമായിട്ട് വരുന്നത്, ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, വിശ്വാസം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവിടെ നീ പത്രോസ്, അല്ലെങ്കിൽ അവിടെ പറയാണ്, പത്രോസിനോട് കർത്താവ് പറയാണ്, ശിമോനെ, ബെറിയോനായ ശിമോനെ, അല്ലെങ്കിൽ യോഹന്നാന്റെ മകനായ ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്സനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇവിടെ രണ്ടു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പാറമേൽ എന്ന് പറയുന്ന ആ പാറ എന്ന വാക്കും രണ്ട് വാക്കാ. പെട്രോസ് എന്ന വാക്കാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. നീ പത്രോസ് ആണ്. പെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയെന്നൊന്നുമല്ല, ഒരു പാറ കഷണം, ഒരു കല്ല് എന്ന അർത്ഥത്തിലാണ്. പാറയുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ പാറ പൊട്ടിച്ചെടുത്ത ഒരു കല്ല്. എന്നാൽ ഈ പാറമേൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പെട്ര എന്നാണ്. പെട്ര, ഞാനിവിടെ ഗ്രീക്ക് പഠിപ്പിക്കാൻ വന്നൊന്നുമല്ല. പെട്ര എന്ന വാക്ക് ഇറ്റ്സ് നോട്ട് എ സ്റ്റോൺ, ഇറ്റ് ഈസ് എ റോക്ക്. നിങ്ങൾക്ക് അറ്റം കണ്ടുപിടിക്കാൻ വയ്യാത്ത ഒരു റോക്കാണ് ശരിക്കും. അപ്പോൾ ദൈവം, യേശു പറഞ്ഞത് സഭയെ പണിയുന്നത് പത്രോസിന്റെ മേളിലല്ല. ആരുടെ മേളിലാണ്? യേശുവിന്റെ മേളിലാണ്. എങ്ങനെയുള്ള യേശു? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു, ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. അതാണ് ആ പാറ എന്ന് പറയുന്നത്. പാറ എന്ന് പറയുന്നത് പത്രോസിനെ കുറിച്ചല്ല. പാറ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. സഭ പണിയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മേലാണ്. മറ്റൊരു കാര്യം കൂടെ, ഈ പാറയുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്നിടത്തോളം കാലമേ പാറ കഷണത്തിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. യേശു കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് വരെ ഉള്ളൂ ആർക്ക് നിലനിൽപ്പ്? പത്രോസിന് നിലനിൽപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഈ പാറ കഷണം പാറയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ റോക്ക്. ദ സ്റ്റോൺ ഈസ് പാർട്ട് ഓഫ് ദ റോക്ക്. അല്ലാതെ അതിന് സ്വയമായിട്ട് എന്തില്ല? ഒരു ഐഡന്റിറ്റി ഇല്ല, അസ്തിത്വം ഇല്ല, ഒന്നുമില്ല. ദൈവത്തെ വിട്ടുകളഞ്ഞാൽ നമുക്ക് എന്തോന്നാ ഉള്ളത്? ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അസ്തിത്വം ഉള്ളൂ. അല്ലാതെ എന്തോന്ന്? വേറെ ഒരു രീതിയിലുമുള്ള കാര്യമില്ല. ഈ പാറ എന്ന് പറയുന്നത് നമ്മൾ ദാനിയേലിന്റെ പ്രവചനത്തിൽ കാണുന്ന, ദാനിയേലിന്റെ പ്രവചനത്തിൽ ഞാൻ ആ ഭാഗം ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, എൻ്റെ പശ്ചാത്തലം അറിയാം. നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ സ്വപ്നം കാണുകയാണ്. ഈ സ്വപ്നം എന്താണെന്നുള്ളത് നെബൂഖദ്നേസറിന്റെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ ബാബിലോണിയ വൈസ് പീപ്പിൾ, അവരുടെ ജ്ഞാനികൾക്കോ അല്ലെങ്കിൽ സോർസറേഴ്സിനോ ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, എന്താണ് നീ കണ്ട സ്വപ്നം എന്നുള്ളത് പറഞ്ഞു. അവർ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞ എന്താണ്? നീ സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾ അർത്ഥം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു.
അപ്പോൾ നെബൂഖദ്നേസറിന് മനസ്സിലായി ഇവന്മാർ എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കുമെന്ന്. സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കും. അതിപ്പോൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ. സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കി കൊടുക്കും. ഈ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ എടുക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇച്ചിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചു തരും. അതെന്താ അവിടെ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രദർ ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്തിനാണെന്നറിയാമോ? ആ വായിക്കുന്ന സമയം കൊണ്ട് വ്യാഖ്യാനം ഉണ്ടാക്കുക. കാര്യം എന്തെങ്കിലും ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നെബൂഖദ്നേസർ പറഞ്ഞു, നോ വേ, നിങ്ങൾ സ്വപ്നവും പറയണം അർത്ഥവും പറയണം. ദാനിയേൽ സ്വപ്നം വിവരിച്ചു. ഒരു വലിയ ബിംബമാണ് ഇവൻ കണ്ടത്. ഞാൻ പെട്ടെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് പറയാം, പെട്ടെന്ന് പറയാണ്. ബിംബത്തിന്റെ തല തങ്കം കൊണ്ട്, പൊന്നുകൊണ്ട്, അതിനുശേഷം ബ്രസ്റ്റും മറ്റുള്ള ഭാഗങ്ങളും അത് വെള്ളി കൊണ്ട്, അതിനുശേഷം എന്താണ് സ്റ്റൊമക്കും അല്ലെങ്കിൽ ആ ഭാഗമെല്ലാം ബെല്ലി ഈസ് ഔട്ട് ഓഫ് എന്നാണ് താമ്രം കൊണ്ട്, അതിനുശേഷം ഇരുമ്പ് കൊണ്ട്, ഇരുമ്പിന് ശേഷം ഇരുമ്പും കളിമണ്ണും കൊണ്ട്. ഈ വ്യാഖ്യാനം പറയുമ്പോഴെല്ലാം ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഇതിനകത്തൊരു ഭയങ്കര രസമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ഈ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല മിക്കവരും എടുക്കുന്നത്, അവർക്ക് എടുക്കേണ്ട അർത്ഥത്തിൽ അവരെടുക്കുന്നത്. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ പോലും ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം, എനിക്കിഷ്ടമുള്ളതും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതുമായ വ്യാഖ്യാനമാണ് ആളുകൾ എടുക്കുന്നത്. നെബൂഖദ്നേസർ അങ്ങനെ ഒരു പാർട്ടിയാണ്. നെബൂഖദ്നേസറിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു, തല പൊന്നുകൊണ്ട്, അത് തങ്കം അങ്ങ് തന്നെ. അതായത് നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യമാണ് എന്ത്? പൊന്നു കൊണ്ടുള്ള സാമ്രാജ്യം, ബാബിലോണിയ സാമ്രാജ്യമാണ്. മേദ്യ പേർഷ്യ രാജ്യം വരുന്നു, താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു വലിയ വിഗ്രഹം ഉണ്ടാക്കി. എന്നുകൊണ്ട് ഉണ്ടാക്കിയത് എന്തുവാ? മുഴുവനും പൊന്നുകൊണ്ട്. എന്നറിയാമോ? വേറെ ആരും വേണ്ടാന്ന്, ഞാൻ തന്നെ മതിയെന്ന്. അയാളോട് തന്നെ ദാനിയേൽ പറഞ്ഞ എന്താണ്? തല തങ്കം കൊണ്ട്, അത് അങ്ങ് തന്നെ. ആഹാ, അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് വേറെ പാട്ടുകൾ വരാൻ നോക്കിയിരിക്കല്ലേ? വേണ്ട, മുഴുവനും ഞാൻ തന്നെ. കണ്ടോ വ്യാഖ്യാനം പോയത്? കണ്ടോ? സ്വാർത്ഥതയുള്ളവനെ എത്ര വ്യാഖ്യാനം പഠിപ്പിച്ചിട്ട് ഒരർത്ഥമൊന്നുമില്ല. അവൻ എപ്പോഴും വേദോസം വായിക്കുമ്പോഴും കാണുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അവൻ്റെ സ്വപ്നങ്ങളെ കാണത്തുള്ളൂ. നമ്മൾ കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോ. ഇവരുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം. നമ്മൾ ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന കേട്ടാൽ അറിയാം ഇവൻ സ്വാർത്ഥനാണോ അതോ ദൈവം ഇവനോട് വല്ലതും സംസാരിക്കാൻ ഇവനെ ആഗ്രഹിക്കുന്നുണ്ടോ. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മുടെ അടുത്തുള്ള ആൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തന്നെ അവൻ പറയുന്നത് എന്നറിയാമോ? പറയത്തില്ല, എന്നാലും ദൈവത്തോട് തന്നെ ഇവൻ പറയുന്നത്, കർത്താവെ ഇന്നതുപോലെ എനിക്ക് ഉത്തരം തരണമെന്ന് ഉത്തരം കൂടെ അങ്ങോട്ട് പറയുന്ന പാർട്ടികളാവും. അല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, ദൈവം എന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നമുക്ക് പേടിയാ. അങ്ങനെ കാണാം, പലർക്കും പ്രാർത്ഥിക്കാനുള്ള പേടി എന്നാണെന്നറിയാമോ? ദൈവം എങ്ങാണം അത് വേണ്ടാന്ന് വല്ലതും പറഞ്ഞാലോ എന്നുള്ളതാണ്. കർത്താവെ ഇന്നതുപോലെ ഉത്തരം പറയണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാർട്ടികളാണ് പലരും. വ്യാഖ്യാനം, വേദപുസ്തകത്തിന് വ്യാഖ്യാനം അത് തന്നെ. ഈ വേദപുസ്തകത്തിന് ഇങ്ങനെ വികലമായ വ്യാഖ്യാനം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇത് ഇഷ്ടപ്പെടുന്നതായ ആളുകളായതുകൊണ്ടാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതാണ് പ്രോബ്ലം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഭൗമികമായ കാര്യങ്ങൾ മാത്രം ഇന്ന് ആളുകൾ പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? അത് മതി ജനങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട. അവരങ്ങനെ എടുക്കുകയുള്ളൂ. എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അവരെടുക്കുന്നത് അവർക്ക് ബോധിക്കുന്ന, അവർക്ക് ലാഭകരമായ നിലയിൽ. ഇന്ന് എല്ലാവരും ലാഭമാണ് നോക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ബിസിനസ് ഫോർ പീപ്പിൾ. അവരങ്ങനെ എടുക്കുന്നത്, ദാറ്റ് ഇസ് എ ബിഗ് പ്രോബ്ലം. എന്നാൽ ഇവിടുത്തെ ഈ നമ്മൾ ഡാനിയേലിന്റെ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവിടെ ഈ വിഗ്രഹത്തെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ആ സ്വപ്നം എന്താണെന്ന് പറയുമ്പോൾ അവസാനം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. നമ്മൾ ഈ ഭാവന, നമ്മൾ വേദോസം പഠിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കാണണം ഈ കാര്യങ്ങൾ. നമ്മുടെ മനസ്സിൽ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. കൈ തൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല്, ഈ ബിംബം നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. അതിൻ്റെ ഏത് ഭാഗത്താണ് ഈ കല്ല് വന്നിടിക്കുന്നത്? അതിൻ്റെ കാലിലാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത്, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു. നോക്ക്,
ഇടി കൊണ്ടത് എവിടെയാണ്? കാലിലാണ്. പക്ഷേ തകർന്നത് എന്താണ്? കംപ്ലീറ്റ്. ഇത് രാജ്യങ്ങളാണെന്ന് ആലോചിക്കണം. ഹിസ്റ്ററിയിലാണ്. അതായത് ഈ തങ്കവും സിൽവറും ഒന്നും ഒരുമിച്ചല്ല. തങ്കത്തിൻ്റെ കാലം കഴിഞ്ഞു, സിൽവറിൻ്റെ കാലം കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കാൽവിരലിൽ ഒരു കല്ല് വന്നിടിച്ചിട്ട് ഹിസ്റ്ററിയിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ പോലും തകർത്ത് കളഞ്ഞെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ശക്തി നമ്മളൊന്ന് ആലോചിക്കണം. അതായത് കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല്, നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുന്ന കർത്താവിൻ്റെ സാമ്രാജ്യം, അവൻ്റെ രാജ്യം വന്നിട്ട് ഇടിക്കുന്നത് കാലേലാണെങ്കിലും തകർക്കുന്നത് കംപ്ലീറ്റ് സാമ്രാജ്യങ്ങളെയുമാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന സകല സാമ്രാജ്യങ്ങളുടെയും ചരിത്രം തന്നെ മായ്ച്ചു കളയാണ്. ഈവൻ ദ ഹിസ്റ്ററി ഈസ് ടേക്കൺ, സ്മാഷ് ചെയ്തിട്ട് പൊടിയാക്കി കളഞ്ഞു. വേനൽക്കാലത്തെ പൊടി പതിർപോലെ, വേനൽക്കാലത്ത് കളത്തിലെ പതിർപോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. അതിൻ്റെ ട്രേസ് പോലുമില്ല. എന്നിട്ട് ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പക്ഷേ നമ്മളത് പറയുമ്പോൾ ഓർക്കണം, വരാൻ പോകുന്ന യേശുവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത ആ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോഴുള്ളതിനെ അത് തകർക്കുമെന്നല്ല. ആ സാമ്രാജ്യം യേശുവിൻ്റെ രാജ്യം വരുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തിലെ മുഴുവൻ ഭരണങ്ങളെയുമാണ് തകർക്കുന്നത്. ബാബിലോണിയ സംസ്കാരം മുതൽ ഉണ്ടായിരുന്ന സകല ഭരണത്തെയും സകല സംസ്കാരത്തെയും പഴയതിനെ മുഴുവനും തകർത്തിട്ട് വേനൽക്കാലത്തെ പതിർപോലെ അതിനെ കാറ്റ് പറത്തിക്കൊണ്ടു പോകുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചാൽ, യേശുവിൻ്റെ രാജ്യം അവനിലേക്ക് പ്രവേശിച്ചാൽ, അവനിൽ ചരിത്രത്തിൽ പഴയത് യാതൊന്നും അവശേഷിക്കുകയില്ലെന്ന്. നത്തിങ്. നമ്മുടെ ഒരു വലിയ പ്രശ്നം എല്ലാം കൂടെ മിക്സ് ചെയ്യാണ് നമ്മൾ നോക്കുന്നത്. നോ, യേശു എന്നിലേക്ക് പ്രവേശിച്ചാൽ, എന്നിലുണ്ടായിരുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി, കംപ്ലീറ്റ് ആയിട്ട്, ടോട്ടലായിട്ട്. അതിൻ്റെ ഒരു പൊടി പോലുമില്ല. പതിർ പോലും പറപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ ഒരു ട്രേസ് പോലുമില്ല, ഒരു ഡസ്റ്റ്, ഒരു മോളിക്യൂൾ പോലുമില്ല. അത് കംപ്ലീറ്റ് ആയിട്ട്, ടോട്ടലായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കല്ല് വളർന്ന്, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഭൂമിയിലൊക്കെയും നിറഞ്ഞു. നിറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പഴയതിൻ്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ നിറയത്തില്ലായിരുന്നു. നിറയാൻ പറ്റില്ലല്ലോ. കാര്യം അതിൻ്റെ ബാക്കിയുള്ള ഭാഗമല്ലേ നിറയാൻ പറ്റുള്ളൂ. നിറയുക എന്ന് പറയുമ്പോൾ ഇതല്ലാതെ വേറെ ഒന്നുമില്ലാത്ത സ്റ്റേജ്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, ദൈവരാജ്യത്തിൽ കോഹാബിറ്റേഷൻ ഇല്ല. കോഹാബിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന പരിപാടിയേ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവരാജ്യത്തിൽ കോഹാബിറ്റേഷൻ ഇല്ല. കോഹാബിറ്റേഷൻ വേറൊരു അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പഴയ അർത്ഥം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോഹാബിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇരുളും വെളിച്ചവും ഒരുമിച്ച് വസിക്കുന്നത് അസാധ്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ദൈവസഭയിലും ദൈവമക്കളെന്ന് നമ്മൾ പറയുന്നവരിലും പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, കല്ലിടിച്ച് തകർത്തു. ആ കല്ലൊരു കഷണം അവിടെ കിടപ്പുണ്ട്. പക്ഷേ പഴയ ഇരുമ്പും താമ്രവും കളിമണ്ണും പൊന്നും വെള്ളിയും എല്ലാം അവിടെ കിടക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ഇന്നത്തെ പരിശ്രമം. അത് ദൈവരാജ്യമല്ല. ദൈവരാജ്യമാണോ പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതുതായിരിക്കുന്നു. ടോട്ടലായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. അതാണ് വാസ്തവത്തിൽ നമുക്കിവിടെ അത്യാവശ്യമായിരിക്കുന്നത്. പഴയതിനെ മുഴുവൻ പറപ്പിച്ച് കളയുന്ന, ടോട്ടലി ഇല്ലാതെയാക്കുന്ന, അങ്ങനെ കൈ തൊടാതെ പറഞ്ഞു വരുന്നതായ ഒരു കല്ല്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ഹിസ്റ്ററിയെ പോലും, ഓർമ്മ പോലും, ഞാൻ ആരായിരുന്നെന്നുള്ളത് പോലും ഞാൻ ഇന്നിപ്പം എന്ത് ചെയ്യുന്നില്ല. ഈവൻ ഐ ഡു നോട്ട് റിമെമ്പർ വാട്ട് ഐ വാസ് ഡൂയിങ് ഇൻ ദ പാസ്റ്റ് ഇയേഴ്സ്. കഴിഞ്ഞ നാളുകൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് പോലും
ഒരുപക്ഷെ ലജ്ജയോടുകൂടെ ചെയ്തിരുന്നല്ലോ എന്നുള്ളതല്ല, എനിക്കതിൻ്റെ ബാക്കിയൊന്നുമില്ല. എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ഇസ്രായേൽ മക്കളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അവർ കനാൻ നാട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മരുഭൂമിയിൽ കഴിഞ്ഞിട്ട് പിന്നെയും അവരെപ്പോഴും കാണുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പം. നമ്മളും ചിലപ്പോൾ പറയും ഞങ്ങൾ കത്തോലിക്കയിലായിരുന്നപ്പം, ഞങ്ങൾ അവിടെ ആയിരുന്നപ്പം എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ ഇത് വിട്ടുകളഞ്ഞിട്ടില്ല. പണ്ട് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിനക്കറിയാമോ ഞാൻ ആരായിരുന്നെന്ന്? വൈ എന്താണെന്നറിയാമോ? ഈ കല്ല് ഇടിച്ചു കളഞ്ഞിട്ട് ഒന്നും താഴെ പോയിട്ടില്ല, പൊടിഞ്ഞിട്ടില്ല, പോയിട്ടില്ല. ഹിസ്റ്ററി മായ്ച്ചു കളയുന്നതാണ് ശരിക്കും ദൈവികത എന്ന് പറയുന്നത്. എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രത്തെ പോലും മായ്ച്ചു കളയുന്നതാണ്. ടോട്ടലായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. എന്നിട്ട് എന്ത് വേണം? ഈ ദൈവരാജ്യത്തിൻ്റെ കല്ല് വന്നങ്ങ് നിറയണം. എവിടെ? ടോട്ടലായിട്ട് നിറഞ്ഞ് വേറെ ഒന്നിനും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ, എൻ്റെ ദേഷ്യത്തിന് കയറിയിരിക്കാൻ സ്ഥലമില്ല. കാര്യം എന്ത് ചെയ്തു? കാറ്റ് വന്നതിനെ പറപ്പിച്ചു കളഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ജോലി അതാണ്. പരിശുദ്ധാത്മാവിനെ ശരിയായ നിലയിൽ ഇറ്റ് ഈസ് എ മൈറ്റി വിൻഡ്. കൊടിയ കാറ്റടിക്കുന്നത് പോലെയാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം. കൊടിയ കാറ്റിൻ്റെ മുഴക്കം പറപ്പിച്ചു കളയുന്നത്. പക്ഷെ നമ്മുടെ ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, ഇതുവരെയും പറന്നു പോയിട്ടില്ല. Am I right, my friends? ഇതൊക്കെ നമ്മൾ വേദോസം പഠിക്കുമ്പോഴത്തേക്ക് വെറുതെ ഇൻഫർമേഷൻ കിട്ടി വീട്ടിൽ പോകാനുള്ളതല്ല വേദോസം പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര പറന്നിട്ടുണ്ട്? അതോ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടോ? പഴയ കോപം വീണ്ടും ബാക്കി കിടക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് പറ, പരിശുദ്ധാത്മാവേ നീ വന്നിട്ട് നിൻ്റെ ആ വലിയ ശക്തിയുള്ള കാറ്റുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കോപത്തെ ഒന്ന് പറപ്പിച്ച് കളയട്ടെ, എൻ്റെ മോഹങ്ങളെ ഒന്ന് പറപ്പിച്ച് കളയട്ടെ. നമ്മുടെ മോഹങ്ങളെ ഒന്ന് പറപ്പിച്ച് കളയാനായിട്ട് ലെറ്റ്സ് സീ ദാറ്റ് ടോട്ടലായിട്ട്, മറ്റൊന്നും ബാക്കിയില്ലാത്ത രീതിയിൽ അങ്ങനെ നിറയണ്ടേ. നിറയണമെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ട്രേസ് കിടപ്പുണ്ടെങ്കിൽ അവിടെ നിറയാൻ കഴിയില്ല. ദൈവരാജ്യം എന്നിൽ നിറയണമെങ്കിൽ പഴയത് മൊത്തമായിട്ട് പോയാലേ പറ്റൂ. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. കഴിഞ്ഞിട്ടുണ്ടോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. കഴിഞ്ഞിട്ടുണ്ടോ? കാറ്റ് വന്നിട്ട് ഈ കല്ല് വന്ന് കാലിലടിച്ചിട്ട് പഴയ ഹിസ്റ്ററിയെ തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ മോഹങ്ങൾ, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഞാൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല, അതിനകത്തില്ല. ഇല്ലേ? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും അസൂയപ്പെടുന്നു? എന്തുകൊണ്ട് ആർക്കെങ്കിലും നന്മ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അസൂയപ്പെടുന്നു? അതിൻ്റെ കാരണം ഇപ്പോഴും ബാക്കി അവിടെ കിടക്കുകയാണ്. കാറ്റ് പറത്തിക്കളഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മളെ തൊടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു അപവാദകത ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് അവൻ്റെ മൂക്കിടിച്ച് പരത്താനായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നതിൻ്റെ കാരണം എന്താ? ഇനി ഞാൻ മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭരണം എന്നിൽ നേരത്തെ ഭരിച്ചിരുന്ന പിശാചിൻ്റെ, അത് പിശാചിൻ്റെ അല്ല, അത് വേറെ ഒന്നുമല്ല, നമ്മുടേതെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഈ പിശാചിന് ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പ്രത്യക്ഷത്തിൽ വന്നിരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അവൻ വേണമെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളെ മുന്നേ ഇരുത്തിയിട്ട് അവൻ തന്നെ ഭരിക്കുന്നവന് തന്നെയാണ്. പണ്ട് ഈ ഫീഡർ സ്കാം, മറ്റേ ഈ കാലിത്തീറ്റ കുംഭകോണത്തിനകത്ത് പെട്ടുപോയിട്ട് ലാലു പ്രസാദിന് മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നു. എന്നിട്ട് ആരെ ഇരുത്തി? റാബ്രി ദേവിയെ കസേരയിൽ ഇരുത്തി. റാബ്രി ദേവിയാണ് കസേരയിലിരിക്കുന്നതും ഭരിക്കുന്നത് ലാലു തന്നെയാണ്. ഇതുപോലെ പിശാച് പലപ്പോഴും നീ ഭരിച്ചോ എന്ന് പറയും, പക്ഷെ പുറയിലിരുന്ന് ഭരണം നടത്തുന്ന ആരാണ്? അവൻ തന്നെയാണ്. അതുകൊണ്ട് മുന്നൽ കസേരയിൽ ആരുടെ മുഖം കാണുന്നെന്നുള്ളതല്ല പ്രധാനം, ഭരണം ആര് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഈർഷ്യയും പകയും പിണക്കവും കോപവും ക്രോധവും ശണ്ഠയും ദ്വന്ദ്വപക്ഷവും ജഡത്തിൻ്റെ പ്രവൃത്തികളും ബാക്കിയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ പറത്തിക്കളയാനായിട്ട്, ആ കല്ല് വന്നിരിക്കുമ്പോഴത്തേക്ക് ടോട്ടലായിട്ട് തകരുകയാണ്, അതിനെ പറത്തിക്കളയാൻ. അത് പറന്നു പോയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കല്ല്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ കർത്താവ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്നിലിങ്ങനെ നിറഞ്ഞു വരത്തുള്ളൂ. കർത്താവിൽ നിറയാൻ എനിക്ക് പറ്റണം. ഐ നീഡ് ടു സീ ദാറ്റ് ഐ എം ഫിൽഡ് വിത്ത് ജീസസ്. ഞാൻ ക്രിസ്തുവിൽ നിറയാനായിട്ട്, ക്രിസ്തു എന്നിൽ നിറയാനായിട്ട്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളവും പ്രസവ വേദനപ്പെടുന്ന എൻ്റെ മക്കളെ എന്ന് പോൾ പറയുമ്പോൾ, ഉരുവാകുവോളം പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്
ജനിക്കുവോളം എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് ഉരുവാകുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജനിക്കുവോളം അങ്ങനല്ല. അവിടുത്തെ അർത്ഥം ക്രിസ്തു നിങ്ങളിൽ പൂർണ്ണ രീതിയിൽ വെളിപ്പെടുവോളം, അതിനാ കർത്താവ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മളിൽ യേശുവാണോ വെളിപ്പെട്ടിരിക്കുന്നത്, അതോ എൻ്റെ പഴയ ട്രേസ് എല്ലാം ഇപ്പോഴും കിടക്കുകയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. ആര് പണിയും? കർത്താവ് പണിയും. അതാണ് യേശുവിൻ്റെ മിനിസ്ട്രി. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. മിനിസ്ട്രിയിൽ യേശു എങ്ങനെ സ്നേഹം പ്രകാശിപ്പിച്ചു, ദൈവത്തെ പ്രകാശിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തെ നമ്മൾ കാണുകയാണ്. പണിയാണ് ശുശ്രൂഷ, പൊളിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? പണിയാൻ വേണ്ടിയാണ്. പണി നടക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ശുശ്രൂഷ അപകടമാണ്. പല ആളുകളും ചെന്ന് പൊളിച്ച് കളഞ്ഞേച്ച് പൊക്കളയും. എന്താണ് ആവശ്യമായിരിക്കുന്നത്? പണി. ഞാൻ എൻ്റെ സഭയെ പണിയും. സി, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഐ വിൽ ബിൽഡ്. ജെറമയായ വിളിക്കുമ്പോൾ, ഞാൻ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള മെസ്സേജസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ജെറമയായ വിളിക്കുമ്പോഴത്തേക്ക് ജെറമയുടെ കർത്താവ് പറയുന്നുണ്ട്, ഇടിപ്പാനും പൊളിപ്പാനും നടുവാനും പണിവാനും ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഇടിക്കുകയും പൊളിക്കുകയും എല്ലാം വേണം, പക്ഷേ ഇടിച്ചിട്ടേച്ച് പോകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, നടുവാനും പണിവാനും. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പണിയാൻ വേണ്ടിയാണ്. കർത്താവ് പറയുന്നു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ആൻഡ് ദ ഗേറ്റ്സ് ഓഫ് ഹേഡസ് ഷാൽ നോട്ട് പ്രിവെയിൽ അഗൻസ്റ്റ് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് പലയിടത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. എന്നാൽ ഇതൊരു വലിയ പണിയാണ്, ദൈവസഭയുടെ പണി. ഈ ദൈവസഭയുടെ പണിയുടെ അടിസ്ഥാനം ആര് തന്നെ ആയിരിക്കണം? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെട്ടു, അവൻ സ്നേഹം വെളിപ്പെടുത്തി. ഇൻ ഹിസ് ഇൻകാർണേഷൻ്റെ ആ ലെവല് തൊട്ട് അവൻ്റെ ജഡാവതരണം തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അവൻ ഇറങ്ങി വരികയായിരുന്നു. അവൻ ഇറങ്ങി വന്നു, ഇവിടെ ജീവിച്ചു. ജീവിച്ചപ്പോൾ അവൻ അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. അവൻ നമ്മളോട് ഇടപെടുവാൻ കഴിയുന്ന നിലയിൽ അവനെ തന്നെ താഴ്ത്തി. അവൻ്റെ മരണത്തിൽ അവൻ്റെ സ്നേഹം പ്രതിഫലിപ്പിച്ചു. എന്നാൽ അവൻ്റെ മരണമാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ പരമോന്നതമായ കാൽവറി ക്രൂശിലാണ് അവൻ്റെ സ്നേഹത്തെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നത്. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതാണ് വെളിപ്പാട്. ദാറ്റ് ഈസ് ദ ട്രൂ റെവലേഷൻ. വേറെ എല്ലാത്തിനും അപ്പുറത്തുള്ളതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളത്. ഇതാണ് പ്രസംഗം, ഇതാണ് പറയേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ വളരെ പരിമിതമായ കാര്യങ്ങളാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നെന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയല്ല. അവൻ ഭൂമിയിലേക്ക് വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. അവൻ മരിക്കാൻ വേണ്ടിയാണ് വന്നത്, അല്ലാതെ രോഗികളെ സൗഖ്യമാക്കിയിട്ട് കയറിപ്പോവാൻ വേണ്ടിയല്ല. അവൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ഹി കെയിം ടു ഡൈ, മരിക്കാൻ വേണ്ടി. അതാണ് അവൻ്റെ ത്യാഗത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ദർശനമെന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുകുന്നത് കാണുന്നത്. ഞാൻ യേശുവിനെ പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ, യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ, യേശു ചെയ്തതുപോലെ ഞാൻ ചെയ്യണമെങ്കിൽ അവൻ്റെ സ്നേഹം എന്നോട് ഒഴുകണം. അവൻ്റെ സ്നേഹം എന്നോട് ഒഴുകുന്നില്ലെങ്കിൽ അവൻ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല. അവൻ സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല. അവൻ്റെ സ്നേഹം എന്നിൽ ഒഴുകണമെങ്കിൽ അവൻ എന്നിൽ ജീവിക്കണം. അവൻ എന്നിൽ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്താ എന്നോട് ചേർന്ന് പറയുകയാണ്, അതുകൊണ്ട് ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കുക. അവൻ എന്നിൽ ജീവിക്കണം. അവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് എനിക്കുണ്ടാകണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പരിമിതമാണ്. ഹൂ ജീസസ് ഈസ്, അതിനുള്ള റെസ്പോൺസ് എന്തായിരിക്കണം? അതാണ് നമ്മൾ ഇനി അടുത്ത സെഷനിൽ നമുക്ക് കാണാം. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാം യേശുവിൻ്റെ സ്നേഹം എങ്ങനെ അവൻ്റെ ജീവിതത്തിലെ ഓരോ ശുശ്രൂഷയിലും എങ്ങനെ വെളിപ്പെട്ടുവെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-2 അധ്യായങ്ങളിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുകയാണ്. അതിന് ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്, ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.